വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് ഈശോ ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് ഈശോ കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് ഈശോ ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ഈശോനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അഭിവന്യ ക്രിസോസ്തമോസ് തിരുമേനി, ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരെയും കാണുവാനും നിങ്ങളോടൊപ്പം ഈ സായാഹ്നത്തിൽ വചനം പങ്കുവയ്ക്കാനും സാധിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കാലം ചെയ്ത ബെനഡിക്റ്റ് 16 പാപ്പായെ നമ്മൾ അനുസ്മരിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ഖബറടക്കമാണ് നാളെ നടക്കുന്നത് വത്തിക്കാനിൽ. ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസത്തിൽ സഭയെ നയിക്കാനായി ഏറെ പരിശ്രമിക്കുകയും ഒരുപക്ഷെ അത്രയൊന്നും ജനപ്രീതി നേടിയില്ലെങ്കിലും സത്യവിശ്വാസത്തോട് ചേർന്ന് നിൽക്കാനും അത് ധീരതയോടെ പഠിപ്പിക്കാനും ഒക്കെ പരിശ്രമിച്ച് കടന്നു പോകുന്ന മാർപ്പാപ്പയാണ് അദ്ദേഹം. 600 വർഷങ്ങൾക്ക് ശേഷം മാർപ്പാപ്പ സ്ഥാനത്തുനിന്ന് റിട്ടയർ ചെയ്യാനും അദ്ദേഹം ധൈര്യം കാട്ടി. സാധാരണ ആരും ചെയ്യുന്ന കാര്യമല്ലത്. അങ്ങനെയൊക്കെ നല്ല മാതൃകകൾ നൽകി അദ്ദേഹം കടന്നു പോവുകയാണ്. പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ സ്മരിച്ചതിനും പ്രാർത്ഥിച്ചതിനും ഞാൻ നന്ദി പറയുന്നു. ക്രിസോസ്തമോസ് തിരുമേനി ഒക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ഏതായാലും അദ്ദേഹം ഇവിടെ വരുന്നു എന്ന് മാത്രമല്ല, ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഇച്ചിരി ആശങ്ക കൂട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തീർന്നിട്ടേ പോകത്തുള്ളതാണ് പിതാവ് പറയുന്നത്. പിതാവൊക്കെ സഭയിലെ വളരെ സീനിയറായിട്ടുള്ളൊരു മെത്രാപ്പോലിത്തയാണ്. ഞാൻ തുടങ്ങിയിട്ട് 6 വർഷമേ ആയുള്ളൂ എന്ന് തിരുമേനി പറഞ്ഞു. 6 തന്നെ കൂടുതലായിട്ടിരിക്കുക. ഞാൻ റിട്ടയർ ചെയ്താലോ എന്ന് ആലോചിച്ചിരിക്കുക. ഏതായാലും പിതാവ് എന്നോട് കാട്ടുന്ന വാത്സല്യത്തിനും സ്നേഹത്തിനും എല്ലാം പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. പിതാവ് പറഞ്ഞു, ഞാൻ മനഃശാസ്ത്രമൊക്കെ പഠിച്ച ആളാണ്. ഞാനൊരിക്കൽ ഒരു ബെൽജിയത്തെ ഒരു പ്രൊഫസറിനോട് പറഞ്ഞു, ഞാൻ ബിഷപ്പാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പഠിച്ചിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറയും, മനഃശാസ്ത്രമാണ് പഠിച്ചത്. ഓ, ഒരു മനഃശാസ്ത്രജ്ഞൻ മെത്രാനായോ? ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം. ഏതായാലും കോവിഡൊക്കെ തുടങ്ങി അല്ലേ? എനിക്കാണ് 2 പ്രാവശ്യം കോവിഡ് പിടിച്ചു. നല്ല മരണത്തിനൊരുങ്ങി ഞാനിരിക്കുക. എപ്പോൾ വേണേലും പോകാം. കോവിഡിനെ പേടിച്ചിരുന്നിട്ട് ഇനിയിപ്പോൾ ഒരു കാര്യവുമില്ല അല്ലേ? വരാനുള്ളതൊന്നും വഴി തങ്ങുകയില്ല എന്ന് പറഞ്ഞ പോലെ അത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളെന്ന് തോന്നുന്നു. കോവിഡ് വന്നപ്പം നമുക്ക് 3 തരത്തിലുള്ള നമ്മുടെ ആരോഗ്യം അത് എത്രമാത്രം നമുക്കുണ്ടെന്നുള്ളത് മനസ്സിലായി. ഒന്ന് ശാരീരിക ആരോഗ്യമാണ്. ഞാനൊക്കെ സാമാന്യം നല്ല ആരോഗ്യം ഉണ്ടെന്ന് കരുതിയ ഒരു മനുഷ്യനാണ്. ചങ്ങനാശ്ശേരി ആ വഴിക്ക് ഏതെങ്കിലും ഒരു വഴിക്ക് കോവിഡ് പോയാൽ എന്നെ കയറി പിടിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, വിചാരിച്ച പോലെ ആരോഗ്യമൊന്നും ഇല്ല. സൂക്ഷിച്ച് കണ്ടുമൊക്കെ ജീവിച്ചാൽ കൊള്ളാം, ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ് എന്ന് മനസ്സിലായി. ഇതൊക്കെ ആയിട്ടും ഇത് പിടിക്കാത്തവരുണ്ടെങ്കിൽ കൊള്ളാം, ആരോഗ്യമുണ്ട് കേട്ടോ, അത് സൂക്ഷിച്ച് ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞ് ജീവിക്കുക. അപ്പോൾ ആരോഗ്യം ഉള്ളവനും ഇല്ലാത്തവനും ഏതാണ്ട് പിടികിട്ടി. രണ്ടാമത്, മാനസികാരോഗ്യം ഉള്ളവരും ഇല്ലാത്തവരും ആരൊക്കെയാണെന്ന് പിടികിട്ടി. കാരണം ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും ഒറ്റപ്പെട്ടു പോയത് അല്ലേ? ഒറ്റയ്ക്കിരുന്ന് ഒക്കെ ജീവിക്കേണ്ട അവസ്ഥ. നമ്മുടെ അടുത്താണല്ലോ കോവിഡ് തുടങ്ങിയ കാലത്ത് ഒരു പെൺകുട്ടി വിദേശത്ത് എവിടെയോ പഠിക്കുന്ന ഒരു പെൺകൊച്ചിനോട് ക്വാറന്റീനിൽ പോയി ഇരിക്കാൻ പറഞ്ഞിട്ട് അവൾ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്ത വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ്. കാരണം ആ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തെ നേരിടാനായിട്ട് സാധിച്ചില്ല. ഞാനാണെങ്കിലും കോവിഡൊക്കെ പിടിച്ച്
ചെത്തുപ്പുഴ ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കോവിഡ് വാർഡ് ഒരു മോർച്ചറി പോലെയാണ്. അവിടെ ആരും ഒന്നും മിണ്ടത്തൊന്നുമില്ല. ആപ്പാടെ നമ്മുടെ നേഴ്സ് പെൺപിള്ളേരാണ് വല്ലപ്പോഴും ഒന്ന് വന്ന് ഇച്ചിരി വർത്താനം പറയുന്നത്. അവരാണ് ലോകത്തിലെ ഏറ്റവും ധൈര്യമുള്ള മനുഷ്യരെന്ന് എനിക്കന്ന് തോന്നി. അവർ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ശ്മശാന മൂകതയാണ്. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അപാരമായ ഉൾക്കരുത്ത് വേണം, മനസ്സിന് നല്ല ആരോഗ്യം വേണം. ആ മനസ്സിന് ആരോഗ്യമില്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മുടെ കാര്യം പോക്കാം. അപ്പോൾ ശരിക്കും ആർക്കൊക്കെയാണ് മാനസികമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിവുള്ളതെന്നും ആർക്കൊക്കെയാണ് അതിനുള്ള കഴിവില്ലാത്തതെന്നും നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു കാലം കൂടിയാണ് ഈ കോവിഡ് കാലം. മൂന്നാമതായിട്ട് ആത്മീയമായ ആരോഗ്യം ആർക്കൊക്കെ ഉണ്ട്, ആർക്കൊക്കെയാണ് കുറവെന്ന് നമുക്ക് മനസ്സിലായി. ഈ കോവിഡ് വന്നപ്പം വിശ്വാസമുള്ളവരുടെ വിശ്വാസം കൂടി, ശരിയല്ലേ? വിശ്വാസം കൂടി. അവരെല്ലാം കാത്തിരിക്കുക, എന്തോ പള്ളി ഒന്ന് തുറന്നു കിട്ടാൻ. തിരുവനന്തപുരത്ത് അവിടെ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവേ ആ പള്ളി ഒന്ന് തുറക്കാനായിട്ട് അച്ഛന്മാരോടൊക്കെ ഒന്ന് പറ, ഞങ്ങൾ അവിടെ ഒന്ന് കുർബാനയിലൊക്കെ പങ്കെടുത്ത് പൊക്കോളാം, ഇവർക്കിപ്പോൾ എന്താ, അവർക്ക് കുർബാനയില്ല പോരെ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഇങ്ങനെ ഓഫീസിലും പോയി ടെൻഷൻ അടിച്ചിരിക്കുമ്പം ഞങ്ങളുടെ ആകപ്പാടെയുള്ള ഒരു ആശ്വാസം എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമല്ലോ, ഒന്ന് കുമ്പസാരിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെ ദാഹത്തോടെ കാത്തിരുന്ന മനുഷ്യര്, അവരുടെ വിശ്വാസം കൂടി. പിന്നെ വിശ്വാസം ഇല്ലാത്തവർക്ക് സന്തോഷമായി, എന്നാ ഇത് പൂട്ടിയല്ലോ, ഓയ്യോ. ശരിക്കും വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസം ഇല്ലെന്ന് മനസ്സിലായ കാലഘട്ടമാണ് കോവിഡ് കാലം. അവർ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് ഭാര്യയെ കാണിക്കാൻ വേണ്ടിയിട്ടും പിള്ളേർക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ടുമൊക്കെ മാത്രമാണ്, അല്ലാതെ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല എന്നവർക്ക് മനസ്സിലായി. വിശ്വാസം ഉള്ളവർ ഈ കോവിഡ് കാലത്ത് കൂടുതലായി വിശ്വാസത്തിൽ വളരുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ ആരോഗ്യം എത്രമാത്രം ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു കാലമാണ് ഈ കോവിഡ് കാലം. നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസമൊക്കെ ജീവിക്കുന്ന മനുഷ്യരാകുമ്പോൾ നമുക്കുണ്ടാകേണ്ട വ്യത്യാസം എന്താണ്? വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. വിശ്വസിക്കുന്നവൻ ധീരതയുള്ളവനാണ്, അവൻ കുരിശ് കണ്ടാൽ ഭയപ്പെടാത്തവനാണ്, അവൻ പാറമേൽ വീട് പണിത സമർത്ഥനായ മനുഷ്യന് തുല്യനാണ്. കൊടുങ്കാറ്റടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, പക്ഷേ വീട് ധീരത അങ്ങ് ഉയർന്നു നിൽക്കുകയാണ്, അതിന് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം ബെത്സയിദ കുളക്കരയിലെ അത്ഭുതകരമായ രോഗശാന്തിയാണ്. അവിടെ ഒരു മനുഷ്യൻ തളർവാദ രോഗിയാണ്. ഈ തളർവാദ രോഗി തളർവാദം പിടിപെട്ട് കിടക്കുന്നു. ഭാര്യയും മക്കളും കൂടെ അയാളെ ഉള്ള സ്ഥലത്തെല്ലാം കൊണ്ടുപോയി കാണും, ഒരു രക്ഷയിൽ. അവസാനം ബെത്സയിദ കുളക്കരയിലെത്തി. ഈ ഒരു വചനഭാഗം ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. കാരണം നമ്മുടെ കർത്താവ് ഒറ്റയ്ക്കാണ് അവിടെ എത്തുന്നത്. ശിഷ്യന്മാരൊന്നും കൂടിയില്ല, ഒറ്റയ്ക്ക് അവിടെ എത്തുകയാണ്. ആരെ തേടിയാണ്? ഈ മനുഷ്യനെ മാത്രം തേടിയാണ് അദ്ദേഹം ചെല്ലുന്നത്. നമ്മുടെ കർത്താവ് ബെത്സയിദ കുളക്കരയിൽ പോയി വേറെ ആരെയും സുഖപ്പെടുത്തിയില്ല. സുഖപ്പെടുത്തിയിരുന്നെങ്കിൽ അതിൻ്റെ തൊട്ട് ചേർന്നുള്ള ഭാഗത്ത് അത് പറഞ്ഞേനെ. കാരണം ഈ മനുഷ്യനെ സാപത്തിൽ സുഖപ്പെടുത്തിയത് എന്തിനാണ് എന്നുള്ള ചർച്ചയാണ് പിന്നീടുള്ള വചനഭാഗത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 5. അപ്പോൾ ഇയാളെ മാത്രമേ സുഖപ്പെടുത്തിയുള്ളൂ. ബെത്സയിദ കുളക്കര നിറയെ രോഗികളായിരുന്നു. എന്നിട്ടും ഈ മനുഷ്യനെ മാത്രമേ കർത്താവ് സുഖപ്പെടുത്തിയുള്ളൂ. നമുക്കും കൂടി ഇച്ചിരി സങ്കടം വരും, 2-3 പേരെ കൂടെ സുഖപ്പെടുത്തിയിട്ട് പോരെ, ഏതായാലും വന്നതല്ലേ അല്ലേ. എന്നിട്ട് സാധാരണ കർത്താവിൻ്റെ പിന്നാലെ എല്ലാവരും സൗഖ്യം തരണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇത് അങ്ങോട്ട് എന്ന് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെന്ന് ചാടി പറയണ്ടേ? അവൻ പറയുന്നത് എന്താ? അവൻ പറയുന്ന ആഗ്രഹം ഉണ്ടെന്നല്ല, മറിച്ച് വെള്ളമിളകുമ്പോൾ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഇതാണ് ഇവൻ പറയുന്നത്, എനിക്ക് ആരുമില്ല. ഒരു വല്ലാത്ത നിരാശയുടെ അനുഭവത്തിൽ ഈ മനുഷ്യൻ ബെത്സയിദ കുളക്കരയിൽ കിടക്കുകയാണ്. അവന് പ്രത്യാശയോടുകൂടി എനിക്ക് സൗഖ്യം പ്രാപിക്കണം കേട്ടോ എന്ന് പറയാനും മാത്രമുള്ള ഒരു പ്രത്യാശ പോലും ഇല്ല. ആരുമില്ല എന്നുള്ള വലിയ വേദനയിൽ ഈ മനുഷ്യൻ അങ്ങ് കിടക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ആ വേദന ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായിട്ടുണ്ടാവും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ. നമുക്കാരാ ഉള്ള, നമ്മുടെ കൂടെ ഒന്നും ആരുമില്ല. കല്യാണമൊക്കെ കഴിച്ച് 10-30 വർഷമായാലും നമുക്ക് തോന്നും നമുക്ക് ആരുമില്ല. കെട്ടിയോനും ഇല്ല, കെട്ടിയോളും ഇല്ല, പിള്ളേർ അവരുടെ വാട്ടിന് പോയി, നമുക്കാരും ഇല്ല. അത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ തോന്നാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. വിവാഹിതർക്കൊക്കെ അത് തോന്നാൻ സാധ്യതയുണ്ട്. ഏകാന്തതയുടെ നിമിഷങ്ങളിലൂടെയൊക്കെ നിങ്ങളെല്ലാം കടന്നു പോകുന്നതാണ്. ആരുമില്ല. സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ,
നമുക്ക് പരസ്പരം ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു നന്മ എന്താ? ഞങ്ങളുണ്ട് കേട്ടോ എന്നുള്ളൊരു രീതിയിൽ കൂടെ നിൽക്കുക, അല്ലേ? അതാണ് ഏറ്റവും പ്രധാനം. കൂടെ നിൽക്കാനായിട്ട് സാധിക്കുക. അതിനു പറ്റിയ ആൾക്കാരെ കിട്ടണമെന്നില്ല കേട്ടോ. കാരണം എല്ലാവർക്കും ആ ഒരു മാനസികാവസ്ഥയൊന്നുമില്ല. ഒന്ന് പിന്തുണയ്ക്കാൻ, വൈകാരികമായിട്ടൊരു പിന്തുണ കൊടുക്കാൻ, ഒന്ന് കൂടെ നിൽക്കാൻ. യഥാർത്ഥത്തിൽ അതൊക്കെയല്ലേ ആത്മീയത എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ആത്മീയത എന്നൊക്കെ ഓർത്ത് ജീവിക്കുകയാണ്. അപ്പോൾ ആ ഏകാന്തതയുടെ അനുഭവങ്ങൾ അച്ഛന്മാർക്കും കാണും, മെത്രാന്മാർക്കും കാണും എന്നാണ് എൻ്റെ ചിന്ത. അച്ഛന്മാർക്കും ഉണ്ട് ഈ ഏകാന്തത. എന്നെ ഇടവക്കാർക്കും അവർക്കൊന്നും നമ്മളെ ഒന്നും വേണ്ടടാവുകയും അവർക്കൊക്കെ അവരുടെ കാര്യം എന്നുള്ള രീതിയിൽ അച്ഛന്മാരും സങ്കടപ്പെടുന്നുണ്ടാവും, മെത്രാന്മാർ അതിനേക്കാളും സങ്കടപ്പെടുന്നുണ്ടാവും. എന്താണ്? ആരുമില്ല. കാരണം നമ്മളോട് വളരെ അകന്നു നിന്നേ മനുഷ്യർ ഇടപെടുന്നുള്ളൂ. നമ്മുടെ സ്വന്തം എന്നൊക്കെ കരുതുന്നവർ പോലും മെത്രാൻ കുപ്പായത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവരും ശകലം അകൽച്ച പാലിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതൊരു സങ്കടമാണ് ആദ്യമൊക്കെ. അപ്പോൾ ഈ ആരുമില്ല എന്നുള്ളൊരു വേദന എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ അടുത്ത നാളിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഒരു സ്കൂളിൽ കൗൺസിലിങ്ങിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും പറഞ്ഞു, എൻ്റെ പിതാവേ ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. അതിനാ 5ാം ക്ലാസ്സുകാരൻ 4ാം ക്ലാസ്സുകാരിക്ക് 500 രൂപ സമ്മാനം കൊടുത്തിരിക്കുന്നു. എന്തിനാ? അവൻ്റെ കൂടെ പിക്നിക്കിന് പോകാൻ. എന്നിട്ട് അവനത് എവിടുന്ന് എടുത്തു? അവൻ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് മോട്ടിച്ചാണ് കൊടുത്തിരിക്കുന്നത് 4ാം ക്ലാസ്സുകാരിക്ക്. അവനെ ചോദ്യം ചെയ്തപ്പോൾ അവനും പറഞ്ഞു അത്രേ, എനിക്കും ആരെങ്കിലുമൊക്കെ വേണ്ടെന്ന്. 5ാം ക്ലാസ്സുകാർ. പണ്ടൊക്കെ ഇച്ചിരി കൂടെ ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നല്ലേ, ഇപ്പോൾ എല്ലാം വളരെ മുമ്പെയാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഈ സങ്കടം കേട്ടോ. കൊച്ചു പിള്ളേർക്കും ഒക്കെ ഉണ്ട്. ആരുമില്ല, ഞങ്ങൾക്ക് ആരുമില്ല. പപ്പായും മമ്മിയൊക്കെ ചുമ്മാ അവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുക. ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ആളില്ല എന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണും. അത് അവരുടെ കൂടെ അല്പസമയമൊക്കെ ചെലവഴിക്കണം. എന്നാലേ അതിൻ്റെ ആ ഒരു ഹൃദ്യതയൊക്കെ ആ പിള്ളേർക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ വലിയ വലിയ കാര്യങ്ങളെല്ലാം ചെയ്ത് നടക്കുക. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ അല്പസമയം ഇരിക്കുന്നില്ല. അതുങ്ങളെ ഇച്ചിരി സമയം ഇരുന്ന് മടിയിലൊന്നും കിടത്തുന്നില്ല. അവർക്ക് അതൊക്കെ ഭയങ്കര കൊതിയാണ്. അതുപോലെ അവരെ ഒരു ഇച്ചിരി സ്നേഹമായിട്ട് അവരോട് വർത്തമാനം പറയുന്നില്ല. അതൊക്കെ അവരുടെയും ദുഃഖമാണ്. അപ്പോൾ ഈ ആരുമില്ല എന്നുള്ളൊരു ദുഃഖം അതൊരു വലിയ തളർച്ചയാണ്. ആരുമില്ല. ആ ദുഃഖത്തിലാണ് ഈ മനുഷ്യൻ കിടക്കുന്നത്. ബെത്സൈദ കുളക്കരയിൽ എത്ര വർഷമായി? 38 വർഷമായി. എനിക്ക് തോന്നുന്നു നമ്മളുമൊക്കെ ഈ പലതരത്തിൽ തളർന്നു കിടക്കുന്നവരാണ്. വർഷത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപക്ഷെ ഇയാൾക്ക് എല്ലാവരും ഉണ്ടായിരുന്നിരിക്കണം. ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം. ഒരു ദിവസം ഭാര്യ പറഞ്ഞു കാണും, മനുഷ്യനെ പ്ലാവേ കയറി 2 ചക്കയൊക്കെ ഇട്, നമുക്ക് പിള്ളേർക്ക് ചക്കപ്പുഴുക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് കയറി കാണും. ആണ്ട് താഴെ വീണു, തളർന്നു പോയി. പിന്നെ ഭാര്യയും മക്കളും കൂടെ ഇയാളെ കൊണ്ടുപോകുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോയി, ആശുപത്രികളിലെല്ലാം കൊണ്ടുപോയി, രക്ഷയില്ല. സിദ്ധവൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി, രക്ഷയില്ല. ആശുപത്രികളിൽ, പിന്നെ ധ്യാന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി, രക്ഷയില്ല. ഒരിടത്തും രക്ഷയില്ല. അപ്പോഴാണ് ആരോ പറഞ്ഞത്, ബെത്സൈദ എന്ന് പറയുന്നൊരു കുളമുണ്ട്, അവിടെ ആഴ്ചയുടെ മാസത്തിൻ്റെ ആദ്യ ദിവസം മാലാഖ വന്ന് വെള്ളം കലക്കും. വെള്ളം ഇളകിക്കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങുന്നയാൾ സുഖം പ്രാപിക്കും. നമ്മളൊക്കെ കുളം കലക്കലിൽ ഭയങ്കര ബിരുദന്മാരുണ്ട്. പക്ഷെ നമ്മളൊക്കെ കുളം കലക്കിയാൽ ജന്മത്തവിടെ നിന്ന് പിന്നെ ആരും വെള്ളം കുടിക്കുകയില്ല. മാലാഖ വന്ന് കുളം കലക്കിയാൽ അവിടെ സൗഖ്യം പ്രാപിക്കും. അതാണ് നമ്മളും മാലാഖമാരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഏതായാലും ഇതൊക്കെ കേട്ടപാടെ പിള്ളേർക്കൊക്കെ ഉത്സാഹമായി. എന്നാ പപ്പ സുഖവും പ്രാപിക്കും, നമുക്ക് മാലാഖയൊക്കെ ഒന്ന് കാണാം, അപ്പോൾ ഒരു പിടിക്ക് 2 പക്ഷി പോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൊണ്ടുപോയി അവിടെ ഇട്ടു. ആദ്യത്തെ പ്രാവശ്യം വെള്ളം ഇളകി. ഈ മനുഷ്യനെ എല്ലാവരും കൂടെ എടുത്ത് വെള്ളത്തിലിട്ടത് മിച്ചം വേറെ ആരാണ്ടൊക്കെ കുളിച്ച് കയറി സൗഖ്യപ്പെട്ടു പോയി. ഇയാളെ പിന്നെ എല്ലാവരും കൂടെ എടുത്ത് വീണ്ടും യഥാസ്ഥാനത്ത് കിടത്തി. 1 മാസം കഴിഞ്ഞു. അടുത്ത മാസവും ഇത് ഒരു രക്ഷയില്ല. പുള്ളിയെ വീണ്ടും തിരിച്ചു കിടത്തി. 3ാമത്തെ പ്രാവശ്യവും കഴിഞ്ഞ് തിരിച്ചു കിടത്തി. 4ാമത്തെ പ്രാവശ്യം കഴിഞ്ഞാൽ ഭാര്യ പറഞ്ഞു, അതെ ഈ പിള്ളേർ ഇതുവഴി ഇങ്ങനെ നടക്കുക, അതുങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകണ്ടേ, അതുങ്ങളിങ്ങ് പോട്ടെ, അതുങ്ങൾ വരും, എന്നാൽ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ഭാര്യയും പറഞ്ഞു, അതെ അവിടെ ഒരു പശുവൊക്കെ ഉണ്ട്, ഞാൻ അതിനെ അയലോക്കത്ത് കൊണ്ട് കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാനും ഒന്ന് പോയിട്ട് ഞാൻ അടുത്ത മാസം കൃത്യമായിട്ട് ആ 1ാം ദിവസത്തിന് മുമ്പ് വരാം. ഒന്നാം നീയും പൊക്കോ, അയലോക്കത്തുകാരെയൊക്കെ പറഞ്ഞ് ഏർപ്പെടുത്തി. ആദ്യം എല്ലാം കൃത്യം ഭാര്യയും മക്കളൊക്കെ വരുമായിരുന്നു. പിന്നെ 2 മാസത്തിലൊരിക്കലായി, പിന്നെ 6 മാസത്തിൽ 2ആയി, പിന്നെ വർഷത്തിൽ 3ആയി, പിന്നെ 2 വർഷത്തിൽ 1ആയി, പിന്നെ 2-3 വർഷം കൂടിയിരിക്കുമ്പോൾ 1ആയി. ഇങ്ങനെ ഇപ്പം 38 വർഷമായി. ഇപ്പോഴാരും അയാളെ തേടി വരുന്നില്ല. പാവം ആ ദുഃഖത്തിലായിരിക്കും കർത്താവിനോട് പറയുന്നത്, സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് ആരും ഇല്ലല്ലോ, എന്നെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ ഒരു വേദന കാണും, ആരുമില്ല എന്നുള്ള ഒരു വേദന.
അത് ആരുമില്ല എന്നുള്ളൊരു വേദന, അതൊരു ഏകാന്തതയുടെ അനുഭവമാണ്. അത് ചിലർക്ക് ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും അവർക്ക് തോന്നും ആരുമില്ല എന്ന് തോന്നും. ചിലര് ഒത്തിരി പേരുണ്ട് കൂടെ, സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത മനുഷ്യരുണ്ട്, അവർക്ക് ഈ ഏകാന്തതയുടെ അനുഭവം ഉണ്ടാവും. അതാണ് ആദ്യത്തെ തളർച്ച എന്ന് പറയുന്നത്. നമുക്കാരുമില്ല എന്നുള്ള ഒരു അനുഭവത്തിൽ അങ്ങ് ജീവിക്കുക. കാരണം എന്താ? കൂടെയുള്ളവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥകൾ എത്രയോ പേർക്കുണ്ടല്ലേ? സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥകൾ. സ്നേഹം എന്താണെന്ന് തിരിച്ചറിയത്തില്ല. പണ്ട് ഒരു സഹോദരി, അവരാണെങ്കിൽ നല്ല സാരിയൊക്കെ ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സഹോദരിയാണ്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് കിട്ടിയിരിക്കുന്ന ഭർത്താവ് ഒരു ബുദ്ധിജീവിയാകുന്നു. അദ്ദേഹത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി പോലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. വലിയ പുസ്തകങ്ങൾ വായിക്കുക, പത്രം ആദ്യം നേരെ പിടിച്ച് വായിക്കുക, പിന്നെ തലതിരിച്ച് പിടിച്ച് വായിക്കുക, എപ്പോഴും വായിക്കുക, വർത്തമാനം പറയാതിരിക്കുക, ഇത്യാദി സ്വഭാവമാണ് ഈ മനുഷ്യൻ്റേത്. അദ്ദേഹം എന്നാൽ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം കൃത്യം ചെയ്യും. പക്ഷേ പുള്ളിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല, സ്നേഹവർത്തമാനം പറയാൻ അറിയത്തില്ല, ഭാര്യയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ അറിയത്തില്ല, മക്കളോട് അടുക്കലിരുത്തി കളിപ്പിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഒരു സാധനത്തെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ശരിക്കും എനിക്ക് തോന്നും വിവാഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, അല്ലേ? വളരെ വ്യത്യസ്തമായ വിചിത്രമായ സ്വഭാവമുള്ള രണ്ടുപേരെ കൂടി കർത്താവ് ഒരു ബലിവേദിയെ സാക്ഷിയാക്കി ഒരുമിച്ച് ചേർത്തിട്ട് അങ്ങ് വിട്ടേക്കുക. പിന്നെ അവർ പോയി ജീവിച്ചോണം. ഏതായാലും ഇവരിങ്ങനെ ഇരിക്കുന്നു. ഇവരാണെങ്കിൽ രാവിലെ നല്ല സാരിയൊക്കെ കൊടുത്ത്, പുതിയ സാരിയൊക്കെ കൊടുത്ത് രാവിലെ ഭർത്താവിൻ്റെ മുമ്പിൽ കൂടെ 5-6 പ്രാവശ്യം ഒരു നടപ്പൊക്കെ ഉണ്ട്. ഭർത്താവാണെങ്കിൽ പുസ്തകവും വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾക്കൊരു സംശയം, ഇവളെന്തിനാണോ ഇങ്ങനെ നടക്കുന്നത്? അവിടെ അങ്ങനെ ഇരിക്കരുതോ, വെറുതെ എന്തിനാ ഈ എനർജി വേസ്റ്റ് ആക്കുന്നെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ചിന്ത. ഉടനെ അവൾ സഹികെട്ട് അവസാനം ഇയാളോട് വന്ന് ചോദിക്കും, എങ്ങനെയുണ്ട്? ഇയാൾ ചോദിക്കും, എന്നതാ ഈ സാരി എങ്ങനെയുണ്ട്? അത് ചോദിച്ചാൽ പോരെ, വെറുതെ എന്തിനാ ഇങ്ങനെ നടക്കുന്നു പറയാം. അയാൾ ഓടി വന്ന് സാരി പിടിച്ചു നോക്കിയിട്ട് പറയാം, ഇതിൻ്റെ സ്റ്റഫ് അത്ര കൊള്ളത്തില്ലെന്ന്. സ്റ്റഫ് നല്ലതാണോ അല്ലയോ എന്ന് ഇയാളോട് ആരാ ചോദിച്ചു? ഇയാളോട് ചോദിച്ചത് ഞാൻ ഈ സാരി ഉടുക്കുമ്പം എങ്ങനെയുണ്ട് ഇതാണ് അറിയേണ്ടത്. അത് പറയാൻ നമ്മുടെ ബുദ്ധിജീവിക്ക് കർത്താവ് കൃപ കൊടുത്തിട്ടില്ല. ബുദ്ധിജീവിക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അങ്ങനൊരു മനുഷ്യൻ. ഏതായാലും അദ്ദേഹം രണ്ടുപേരും ഓഫീസിൽ പോകുന്നു. ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മുടെ പൂമ്പാറ്റ സഹോദരിക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവിടെ ഒരു ലോലൻ ചേട്ടനുണ്ട് അവിടെ ഓഫീസിൽ. എന്നതാ സാരി, ഇതാണ് സാരി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ. അപ്പോൾ ലോലൻ ചേട്ടന് കൊടുക്കാൻ സ്പെഷ്യൽ കരിമീൻ ഫ്രൈയുമായിട്ടാണ് പോയിരിക്കുന്നത്. കെട്ടിയവന് മത്തിയാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. പുള്ളിയാണെങ്കിൽ ഗൂഗിളിൽ നോക്കി മത്തിയാണ് ഏറ്റവും പോഷകാഹാരമുള്ളതെന്ന് കണ്ടുപിടിച്ച് പുള്ളിക്ക് എല്ലാ ദിവസവും മത്തി മതി. നമ്മുടെ കെട്ടിയവന് മത്തി മതി, വേറെ റൊമാൻറ്റിക് സംഭവങ്ങളൊന്നും അങ്ങേർക്ക് വേണ്ട. അതേസമയം നമ്മുടെ ലോലൻ ചേട്ടന് നല്ല മീനൊക്കെ കിട്ടിയാൽ കൊള്ളാം, അത് പുള്ളി കൊടുക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ കാര്യമായിട്ടൊക്കെ അങ്ങനെ പോകുന്നു. ഇയാൾക്കാണെങ്കിൽ ഒരു പരാതിയില്ല. ആർക്കാ? നമ്മുടെ ബുദ്ധിജീവി ഭർത്താവിന് ഒരു പരാതിയില്ല, അയാൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അയാൾ വളരെ ഹാപ്പി ആയിട്ട് അയാൾ പോവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പൂമ്പാറ്റയ്ക്ക് അസുഖം പിടിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും പൂമ്പാറ്റ നമ്മുടെ ലോലന് മെസ്സേജ് അയച്ചു. എന്നതാ? റൂം നമ്പർ 102 വിസിറ്റിംഗ് അവേഴ്സ് 4 to 6 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജൊക്കെ അയച്ചു. എല്ലാ ദിവസവും മെസ്സേജ് അയച്ചു. ലോലം വന്നൊന്നുമില്ല കേട്ടോ. പുള്ളി വേറെ കരിമീനൊക്കെ തേടിപ്പോയി. പുള്ളിയെ ഒന്നും ആ വഴിക്ക് കിട്ടുമോ? കൊള്ളാം. പുള്ളി ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും വർത്താനം പറയുക, ഡയലോഗ് അടിക്കുക, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ ചുമ്മാ ഇങ്ങനെ നടക്കുന്ന. പക്ഷേ നമ്മുടെ കെട്ടിയോൻ രാവിലെ പിന്നെ പുട്ടും കടലയുമായിട്ട് വരും, കട്ടൻ ചായയായിട്ട് വരും. ഉച്ചയാകുമ്പോൾ പൊടിയരി കുഞ്ഞിയും ചമ്മന്തിയുമായിട്ട് വരും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും കട്ടൻ ചായ റസ്കുമായിട്ട് വരും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും പൊടിയരി കഞ്ഞിയും. ഡോക്ടറോട് ചോദിച്ച് കൃത്യമായി ഡോക്ടർ പറയുന്ന ഭക്ഷണവുമായി ഇയാളെല്ലാം നേരത്തും വരും. എന്നാൽ ഇത് കഴിച്ചോ എന്ന് ചോദിക്കാനുള്ള കൃപ കർത്താവ് അയാൾക്ക് കൊടുത്തിട്ടില്ല. നീ സുഖമായോ എന്ന് ചോദിക്കാനുള്ള കർത്താവ് അയാൾക്ക് കൊടുത്തിട്ടില്ല. പാവത്താനാ. ഏതായാലും അന്നോടുകൂടി നമ്മുടെ പൂമ്പാറ്റ ഒരു പാഠം പഠിച്ചു. കെട്ടിയോനാണ് എന്നോട് സ്നേഹം. കെട്ടിയോനാണ് സ്നേഹം കേട്ടോ. സ്നേഹം പ്രകടിപ്പിക്കുന്നവർക്ക് മാത്രമേ സ്നേഹമുള്ളൂ എന്നുള്ളതല്ല. ആവശ്യ നേരത്ത് കൂടെ നിൽക്കുന്നവനാണ് എന്നോട് സ്നേഹമുള്ളത്. അത് അയാൾ ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറുന്നുണ്ടാവില്ല, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നുണ്ടാവില്ല.
പക്ഷെ എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ, എൻ്റെ കുടുംബത്തെ സുരക്ഷിതമാക്കാൻ അയാൾ ആവശ്യമുള്ളതെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ, അവളുടെ ഉള്ളിൽ ഒരു പുതിയ ചിന്ത വരികയാണ്. അതായത് സ്നേഹം ഇതാണ്, കൂടെ നിൽക്കുന്നതാണ് സ്നേഹം. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ഏകാന്തത നമ്മൾക്കുണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം നമുക്ക് നമ്മളോട് സ്നേഹം ഉള്ളവരില്ലാഞ്ഞിട്ടല്ല, ഉള്ള സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയാതെ ഇല്ലാത്ത സ്നേഹം ഉണ്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ആരാണ്ടടെയൊക്കെ പുറകെ നടക്കുക. അതേസമയം ഇപ്പൊ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ ജീവിത പങ്കാളിയുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ ഇടവകയിലെ വ്യക്തികളുണ്ട്, അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, ഒത്തിരി പേരുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർ. നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. പക്ഷെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒറ്റയ്ക്കാണ് എന്നങ്ങ് തോന്നുകയാണ്. നമുക്കാണെങ്കിലും പലപ്പോഴും ഈ സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും നേരെ ചൊവ്വെ പ്രകടിപ്പിക്കാനൊന്നും അറിയാൻ വയ്യാത്ത ഒത്തിരി മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് താനും. ഞാനൊരിക്കലൊരു ഇടവകയിൽ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ കൊച്ചച്ഛനാ, 10-23 വർഷം മുമ്പുള്ള സംഭവം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഈ വെല്ലുമിച്ചിമാരുടെ എല്ലാം വലിയ സുഹൃത്താന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവനെന്നെ കളിയാക്കുക. ഞാൻ പറഞ്ഞു, അതെ, നിനക്കിപ്പോൾ എന്നാ, എൻ്റെ അമ്മച്ചിയെ ഒന്ന് മാനസാന്തരപ്പെടുത്താവോ, നിങ്ങൾ വലിയ ലോഹിക്കാരല്ലേ. ഞാൻ ചോദിച്ചു, നിൻ്റെ അമ്മ എന്തിനാ മാനസാന്തരപ്പെടുത്തുക, നിന്നെ ഒന്ന് മാനസാന്തരപ്പെടുത്തുക, നിന്നെ ഇപ്പോൾ പള്ളി കാണുന്നില്ലോ, നീ അവന് ജോലിയൊക്കെ കിട്ടിയ പിന്നെ അവൻ വരുന്നില്ല. അതല്ല, ഞാൻ ഇങ്ങനെ ജോലിയൊക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് പള്ളിയിലൊക്കെ വരാൻ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ അമ്മയെ കൊണ്ട് ഒരു രക്ഷയില്ല. ഞാൻ ചെന്നാ പറ്റി, ആ അമ്മ എല്ലാവരോടും വഴക്കാം, എന്നോട് മാത്രം. 7 മക്കളുള്ള വീട്ടിലെ അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് എല്ലാവരോടും വഴക്കാണ്. അമ്മച്ചി ഒത്തിരി മക്കളെ ഒറ്റയ്ക്ക് വളർത്തിയാണ്, ഭർത്താവൊക്കെ നേരത്തെ മരിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെ, പക്ഷെ എല്ലാവരോടും വഴക്ക് പിടിക്കും. അതുകൊണ്ട് അമ്മച്ചിയെ പേടിച്ച് മക്കളെല്ലാം മിനിമം 50 കിലോമീറ്ററെങ്കിലും ദൂരെ വീട് വെച്ച് താമസിക്കുകയാണ്. അമ്മ ഒരു വണ്ടി കയറിയൊന്നും അവിടെ ഉടനെ അങ്ങ് എത്തരുത്, ഇച്ചിരി കഷ്ടപ്പെട്ടേ വരാവുള്ളൂ. രാവിലെ പുറപ്പെടുമ്പോഴേ അവർക്ക് അറിവ് കിട്ടണം, വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്ന് ഒരുങ്ങിയിരിക്കാം, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുങ്ങിയിരിക്കാം. അങ്ങനെ അവർ താമസിക്കുകയാണ്. ഇളയവനോട് വലിയ സ്നേഹമായിരുന്നു, അവൻ പെണ്ണ് കെട്ടിയിട്ടില്ല, അതുകൊണ്ട് അവൾ വലിയ സ്നേഹമായിരുന്നു. അവനുമായിരുന്നു കൂടെ. കഷ്ടകാലത്തിന് അവൻ കല്യാണം കഴിച്ചതാണെങ്കിലും അവനെപ്പോലെ തന്നെ ബിടെക്കുകാരിയാണ് കെട്ടിയിരിക്കുന്നത്, എഞ്ചിനീയറെയാണ്. അമ്മച്ചിയുടെ വിദ്യാഭ്യാസം സർക്കാരിന് പോലും അറിയത്തില്ല എത്ര ക്ലാസ് പഠിച്ചെന്ന്. അമ്മച്ചി ഏതായാലും ഈ മരുമോളെ ഒന്ന് നോക്കി ഒരു 1-2 ആഴ്ച ഒന്ന് ടെസ്റ്റ് ചെയ്ത് പറ്റുകയില്ല. കാരണം അവൾ വലിയ പരിഷ്കാരിയാണ്, ഞാൻ ചെയ്യുന്നൊന്നും അവൾക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. ഉടനെ അമ്മ കൽപ്പന കൊടുത്തു, ഇവളെ കൊണ്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഒന്നുകിൽ നീ ഇവളെ കൊണ്ട് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ എവിടെങ്കിലും പോകുന്നു പറഞ്ഞു. അമ്മമാർക്കൊക്കെ, പഴയ അമ്മച്ചിമാരൊക്കെ അല്ലേ, അവർക്കൊക്കെ അങ്ങനെയൊക്കെ പറയാനും അറിയത്തുള്ളൂ. ഇവനാകെപ്പാടെ ധർമ്മസങ്കടത്തിലായി. സഹോദരന്മാരൊക്കെ അറിഞ്ഞപ്പോൾ അവർക്ക് വിഷമമായി. അമ്മയെ നോക്കുകയും വേണം, എന്നാൽ സമാധാനവും വേണം. അവരെന്നെ അടുത്തു. അമ്മയുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് കൊടുത്തിരിക്കുകയാണ് മകന്, ഇവന് താമസിക്കാനായിട്ട്. അങ്ങനെ താമസിക്കുകയാണ്. എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. നമ്മുടെ ഇടവകയിൽ ഇത്രയും പ്രമാദമായ സംഭവം നടന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈ അമ്മച്ചിയെ ഒന്ന് മാനസാന്തരപ്പെടുത്തിയേക്കാവുന്ന ഓർത്ത് ഞാൻ ഒരു ദിവസം നേരത്തെ കുടുംബ കൂട്ടായ്മയൊക്കെയുള്ള ഒരു ദിവസം അവരുടെ വീട്ടിൽ ആദ്യമേ അങ്ങോട്ട് പോയി. കാരണം മാനസാന്തരപ്പെടുത്ത ഇച്ചിരി സമയമാണ്. സാധാരണ ടൈപ്പ് അമ്മച്ചിയല്ലേ. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചി ആ ചട്ടയും മുണ്ടൊക്കെ കൊടുത്ത് അമ്മച്ചിയാണ്. ആ മുണ്ടൊക്കെ കൊണ്ട് തീർത്ത് കയറ്റി മടലൊക്കെ ഓടിച്ച് വിറകാക്കുന്ന സമയത്താണ് ഞാൻ ചെന്നത്. നല്ല കാര്യപ്രാപ്തിക്കാരി അമ്മച്ചിയാണ്. എന്നെ കണ്ടപാടെ ഇങ്ങോട്ട് വരികയും, കൊച്ചച്ഛന് ഞങ്ങളുടെ വഴിയൊക്കെ അറിയാമോ എന്ന് ചോദിക്കുകയും അകത്തോട്ട് കയറ്റി എന്നെ ആപാത ചൂടം നോക്കിയിട്ട് 5-6 ഇടി എൻ്റെ കൈക്കിട്ട്. എന്നിട്ട് എന്നോട് പറയാം, കൊള്ളാം കേട്ടോ, നല്ല തടിയാ. അപ്പം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ശാരീരിക ഉപദ്രവം ഉണ്ടാവും, ഇടി, കടി, ഈ പിച്ച്, മാന്തമൊക്കെ ഉണ്ടാവും, സൂക്ഷിച്ചോണം എൻ്റെ അച്ഛാ. ഏതായാലും ദൈവകൃപയാൽ എന്നെ ഇടിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ എന്നെ ഒരു തരത്തിൽ ഉന്തിയും തള്ളിയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് നടുവിനിട്ട് 2 കുത്തുമൊക്കെ തന്ന് എന്നെ അകത്ത് കയറ്റുകയാണ്, വീടിനകത്ത് കയറ്റുക. അപ്പോൾ ആ കൂട്ടത്തിൽ എല്ലാവരെയും കുറ്റം പറയാൻ തുടങ്ങി. ആ പള്ളിയിലിരുന്ന, അത് 10-200 വർഷമായ പള്ളിയാണ്, ആ പഴയ വികാരിച്ചന്മാരെ ഉൾപ്പെടെ എല്ലാവരെയും ചീത്ത പറയാൻ തുടങ്ങി. അവരൊന്നും ശരിയല്ല എന്നെല്ലാം പറഞ്ഞ് തുടങ്ങി. ഇപ്പം മാനസികമായ ഒരു പീഡനമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് 3ാമത്തേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്താണ്? നല്ല ഒന്നാന്തരം കിഴക്കൻ കപ്പയും
കോഴിക്കറിയും, നാടൻ കോഴിക്കറിയും. എന്നാ ടേസ്റ്റ്! 23 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് എൻ്റെ നാവിൽ അതുണ്ട് കേട്ടോ. എന്നിട്ട് അന്നേരത്തേക്കും ആ സിസ്റ്റേഴ്സിനെ കുറ്റം പറയാൻ പുള്ളിക്ക് മറന്നുപോയായിരുന്നു. എന്നിട്ട് എനിക്ക് 2 ഉന്തും കൂടെ തന്നിട്ട് കഴിക്കുക, കന്യാസ്ത്രീകളൊക്കെ വല്ലോം തരുമോ, ഭക്ഷണം ഉണ്ടാക്കി തരാൻ അവർക്കറിയാമോ എന്ന് ചോദിച്ചാൽ അവരെയും കുറ്റം പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി, ഈ പാവം അമ്മച്ചിക്ക് സ്നേഹിക്കാൻ അറിയാവുന്നത് എങ്ങനെയാ? ആദ്യം ശാരീരിക ഉപദ്രവം, പിന്നെ മാനസിക ഉപദ്രവം, പിന്നെ നല്ല ഭക്ഷണം. എനിക്കതിൻ്റെ ഓർഡർ കൃത്യമായി മനസ്സിലായതുകൊണ്ട് ഞാൻ വികാരിച്ചനറിയാതെ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പോവുകയും ആദ്യത്തെ 2 ഘട്ടത്തിൽ സഹിച്ചു നിൽക്കുകയും 3-ാമത്തെ ഘട്ടത്തിൽ മഹത്വം പ്രാപിക്കുകയും ചെയ്യുമായിരുന്നു. അവസാനം ഇവൻ എന്നോട് പിണങ്ങി. എന്നാ? ഓ, അച്ഛനിപ്പോൾ അകത്തയാളായി, നിങ്ങൾ ഈ കപ്പയും കോഴിയും കണ്ട് അകത്തയാളായി, ഞാനിപ്പോഴും പുറത്തോട്ട് നടക്കുക. ഞാൻ പറഞ്ഞടാ, ദൈവം നിനക്ക് ബുദ്ധി തന്നിരിക്കുന്നത് റോക്കറ്റ് ഉണ്ടാക്കാനും കമ്പ്യൂട്ടർ ഉണ്ടാക്കാനും മാത്രമല്ല, പിന്നെ എന്തോതിനാ? നിന്റെ അമ്മ നിന്നെ എങ്ങനെയാ സ്നേഹിക്കുന്നത് മനസ്സിലാക്കാൻ. ഉടനെ ചോദിച്ചു, എങ്ങനെയാ സ്നേഹിക്കുന്നത്? ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെയൊക്കെയാണ്. അമ്മ ശാരീരിക ഉപദ്രവമൊക്കെ കാണും, സഹിക്കണം. മാനസിക ഉപദ്രവം കാണും, സഹിക്കണം. പിന്നെ അമ്മ നിന്നെ അടുക്ക പിടിച്ചിരുത്തി നല്ല ഭക്ഷണമൊക്കെ തരുന്നില്ലേ, അതങ്ങോട്ട് തിന്ന് അമ്മയുടെ സ്നേഹമൊക്കെ തിരിച്ചു തരണം. ഉടനെ അവൻ പറയും, എൻ്റെ അച്ഛ, ആദ്യത്തെ 2 ഘട്ടത്തിൽ സഹിച്ചു നിൽക്കാൻ ആരെക്കൊണ്ട് പറ്റും? മക്കളെല്ലാത്തേ പോയി, ഓടിപ്പോയത് കണ്ടില്ലേ? പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ അമ്മച്ചിക്ക് ഇങ്ങനെയേ സ്നേഹിക്കാൻ അറിയത്തുള്ളൂ. ഞാൻ ഈ അമ്മച്ചിയോട് ചോദിക്കായിരുന്നല്ലോ അവിടെ. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ഈ മക്കളോടൊക്കെ ഒന്ന് വഴക്ക് പിടിക്കായിരുന്നു ഇരുന്നുകൂടെ. ഉടനെ അമ്മച്ചി വീണ്ടും മുണ്ടെല്ലാം തെറുത്ത് കയറ്റി സംഹാരരുദ്രയായി എൻ്റെ നേരെ തിരിഞ്ഞു. അച്ഛാ, ഈ ഇടവക്കാരേലും ഞാൻ കുഴപ്പക്കാരിയാന്ന് അച്ഛനോട് ഇതുവരെ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ അച്ഛനോട് പറഞ്ഞേ? ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ മക്കള്. അവന്മാരോട് പറഞ്ഞേര് ഞാൻ ഇനിയും വഴക്ക് പിടിക്കുമെന്ന്. അച്ഛാ, അവന്മാരൊക്കെ എൻ്റെ മക്കളാ, ഞാൻ കട്ടപ്പെട്ട അവനെയൊക്കെ വളർത്തിയത്. ഈ പാവ അമ്മ മക്കളുടെ മേൽ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുന്ന ഒരു വഴിയാണ് ഈ വഴക്കുകൾ. വഴക്ക് പിടിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന അമ്മച്ചി എനിക്കൊരു പുതിയ ഉൾക്കാഴ്ചയായിരുന്നു. ചിലർക്ക് സ്നേഹവർത്തമാനം പറഞ്ഞ് സ്നേഹിക്കാൻ അറിയത്തില്ല. ചിലർ പിണങ്ങിയിരുന്നാണ് സ്നേഹിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഒത്തിരി നാൾ കൂടി ഒരാളെ ഫോൺ വിളിക്കുമ്പം നമ്മളോട് ഇങ്ങോട്ട് അവർ പിണങ്ങും. ഓ, നിങ്ങൾ എന്നെ വിളിക്കത്തില്ലല്ലോ, എത്ര നാളായി വിളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പം നമ്മളവർക്കിടെ വെറുതെ എന്തിനാ നമ്മൾ കാശ് മുടക്കി ഇയാളെ വിളിച്ചിട്ട് ഉള്ള വഴക്കെല്ലാം എടുക്കുന്നത്? വെച്ചേക്കാന്ന് ഓർക്കും. വെക്കാനല്ല, അവര് നമ്മളോട് പിണങ്ങുകയാണ്, പിണക്കം പറയുകയാണ്. എന്തിനാ? സ്നേഹമുണ്ട്. സ്നേഹം തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു വല്ലാത്ത ഏകാന്തതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേരും ഒക്കെ ഈ സ്നേഹമൊക്കെ തേടി അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ പോയി നടക്കുന്നത്. ഉള്ള സ്നേഹം തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. സ്നേഹമില്ലേ എന്നുള്ള പരാതികൾ മാത്രം കേട്ട് വളരുന്ന മനുഷ്യൻ അത് ഏതാണ്ടൊക്കെ സ്നേഹം തേടി തേടി പുറത്തൂടൊക്കെ ഇങ്ങ് നടക്കുകയാണ്. അതേസമയം നമ്മുടെ കുടുംബത്തിൽ നമുക്കുള്ള സ്നേഹം തിരിച്ചറിയാനായിട്ട് സാധിക്കുമ്പോൾ ഈ ഏകാന്തതയുടെ വല്ലാത്ത തളർച്ചയിൽ നിന്ന്, ആരുമില്ല എന്നുള്ള ഒരു തളർച്ചയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ തളർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ആരുമില്ല എന്നുള്ളൊരു തളർച്ചയിൽ നിന്നുള്ളൊരു രക്ഷ. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസമാണ്. കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു, മനുഷ്യാവതാര രഹസ്യം ആഘോഷിച്ചു. എന്താണത്? ദൈവം നമ്മോട് കൂടെ. പക്ഷെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? തിരിച്ചറിയുകയാണെങ്കിൽ എന്ത് കരുത്താണ് നമുക്ക്, എന്ത് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റും. എൻ്റെ കൂടെ ദൈവം ഉണ്ടല്ലോ, എന്താണ് പ്രശ്നം? ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കൂടെ ദൈവമുണ്ടല്ലോ എന്ന് പറയുന്ന എത്രയോ മനുഷ്യര് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരിക. നമ്മൾ ദേവാലയത്തിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ. അതുകൊണ്ടാണ് വചനം വായിക്കണമെന്ന് പറയുന്നത്, പരിശുദ്ധ കൂദാശകളിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത് കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയാനാണ്. നമ്മുടെ സഭയില് കൂദാശകളിലൂടെ നമ്മൾ ദൈവത്തെ തൊട്ടറിയുകയാണ്. പരിശുദ്ധ കുർബാന നമ്മൾ നാവിൽ സ്വീകരിക്കുമ്പോൾ ദൈവത്തെ സ്പർശിക്കുന്ന അനുഭവം ഉണ്ടാവുകയാണ്. അത് 2000 വർഷങ്ങൾക്കപ്പുറത്ത് ജീവിച്ചു മരിച്ചുപോയ അല്ലെങ്കിൽ ഉദ്ധാനം ചെയ്തു പോയ ഒരു വ്യക്തിയല്ല. ഇന്നും നിനക്ക് തൊട്ടറിയാവുന്ന സാന്നിധ്യമാണ് ഈശോ. നിന്റെ കൂടെ നടക്കുന്ന സാന്നിധ്യമാണ് ഈശോ. ആ ഒരു അവബോധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വലിയ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയാണ്. ആ സ്നേഹത്തിൻ്റെ പൊതിച്ചിലിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയും, നിങ്ങളുടെ മക്കളെയൊക്കെ ഈ വിശ്വാസത്തിൻ്റെ ഒരു അനുഭവത്തിൽ വളർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരോട് കാട്ടുന്ന വലിയ ക്രൂരതയാണ്. കാരണം എന്താണ്?
ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടയുമ്പോൾ അവരുടെ മുമ്പിൽ തുറക്കാൻ വിശ്വാസത്തിൻ്റെ വാതിലില്ല. ജീവിതത്തിൽ എല്ലാവരും ഉപേക്ഷിച്ച് പോകുമ്പോൾ അവരെ പിടിച്ചു നിർത്താൻ അദൃശ്യനായ കർത്താവിൻ്റെ ആ ശക്തമായ സാന്നിധ്യമില്ല. കാരണം എന്താ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല, വിശ്വസിക്കാൻ പഠിപ്പിച്ചില്ല, ദൈവത്തെ വിശ്വസിക്കാൻ പഠിപ്പിച്ചില്ല. വിശ്വസിക്കാൻ നമ്മളെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ മാതൃകയിലൂടെയാണ്. നമ്മൾ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവരോടും ഒരുമിച്ചിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കണ്ടും കേട്ടുമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്. അല്ലാതെ അവരെ നമ്മൾ സൺഡേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയൊന്നുമല്ല അവർ ചൊല്ലുന്നത്. ഞാൻ ഇപ്പോഴും ചൊല്ലുന്നത് എൻ്റെ വീട്ടിൽ ചൊല്ലിക്കൊണ്ടിരുന്ന കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന കൊന്ത നമസ്കാരമൊക്കെയാണ് ഇപ്പോഴും തനിച്ച് ചൊല്ലുന്നത്. കാരണം അതാണ് എൻ്റെ മനസ്സിന് ഏറ്റവും ഹൃദയസ്ഥമായിട്ടുള്ളത്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിശ്വാസത്തിൻ്റെ ഒരു ദാർഢ്യം, അത് ജീവിക്കാൻ കരുത്തുള്ള ഒരു ആത്മീയത നമുക്ക് നൽകുകയാണ്. അപ്പോൾ ഈ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലാണ് വിശ്വാസം നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ കേരളത്തിൽ ഒത്തിരി പേര് വെള്ളമടിച്ച് നശിച്ചു പോകുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ കേട്ടു, ഈ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒക്കെ 600 കോടി രൂപയുടെ മദ്യം ആണ് മലയാളി കുടിച്ചത്. ഇതെല്ലാം കൂടെ കുടിച്ച് മലയാളി പോകുക എവിടം വരെ എത്തും? കാരണം ഈ കരളിങ്ങനെ കത്തി തീരുകയല്ലേ. അതൊന്നുമില്ല, മലയാളിക്ക് ഇത് കുടിക്കണം. മലയാളിക്ക് ഇത് കുടിച്ചാലേ ഒരു സന്തോഷമുള്ളൂ അവന്. യഥാർത്ഥത്തിൽ ഈ ലഹരിയുടെ പിന്നാലെ നമ്മൾ പോകുന്നതിൻ്റെ ഒരു വലിയ കാരണം, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എൻ്റെ ഒരു ബോധ്യം എന്നാണെന്നറിയാമോ? സന്തോഷമുള്ള സംതൃപ്തിയുള്ള കുടുംബങ്ങൾ നമുക്ക് കുറവാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ, ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നവർ കുറവാണ്. അതുകൊണ്ട് അവരത് തീർക്കാനുള്ള പരാക്രമമാണ് ഈ ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോയി വെള്ളമടിച്ച് ബോധം കെട്ടുകഴിയുമ്പോൾ അവന് സന്തോഷമാണ്. സാധാരണ എല്ലാവർക്കും സന്തോഷം ബോധം ഉള്ളപ്പോഴാണ്. മലയാളിക്ക് സന്തോഷം ബോധം കെട്ടുകഴിയുമ്പോഴാണ്. സന്തോഷമില്ലാതെ ജീവിക്കുന്നത് തളർച്ചയാണ് കേട്ടോ. സന്തോഷമില്ലാതെ ജീവിക്കുന്നത് തളർച്ചയാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഏകാന്തതയുടെ അനുഭവം തളർച്ചയാണെന്ന് പറഞ്ഞു. രണ്ടാമത് സന്തോഷമില്ലാതെ ജീവിക്കുന്നത് തളർച്ചയാണ്. സന്തോഷമില്ലാതെ ആകുമ്പോഴാണ് നമ്മൾ സന്തോഷം തേടി, ലഹരി തേടി പുറത്തോട്ട് പോകുന്നത്. ജീവിതത്തിൻ്റെ ലഹരി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വസ്തുക്കളുടെ ലഹരി തേടി മനുഷ്യൻ പോവുകയാണ്. നമ്മുടെ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ദുർബലമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മദ്യമാണ് കേട്ടോ. മദ്യമാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ആൾക്കാർ മുഴുവൻ പുറത്തോട്ട് പോകുകയല്ലേ. നമ്മുടെ നാട്ടിൽ തന്നെ നല്ല കച്ചവടം നടത്തി ജീവിച്ചിരുന്ന സമുദായമാണ് ക്രൈസ്തവ സമൂഹം. നമുക്കിവിടെ ഇഷ്ടംപോലെ കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ആളോഹരി ഭൂമിയിൽ ഏറ്റവും മുമ്പിൽ നിന്നത് ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ ഇന്ന് ആളോഹരി കടത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ക്രിസ്ത്യാനികളാണ്. ആളോഹരി കടം ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ക്രിസ്ത്യാനികളാണ്. നമ്മുടെ ബാങ്ക് മാനേജർമാരൊക്കെ പറയുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും 2-3 ക്രിസ്ത്യാനികൾ ബാങ്കിൽ വരും. എന്തിനാ? പുരയിടം പണയം വെക്കാൻ. എന്തിനാ? പണയം വെച്ച് കാശ് കൊടുത്ത് കാശ് മേടിച്ച് പിള്ളേരെ പുറത്തേക്ക് വിടുകയാണ്. ഇങ്ങനെ പോയാൽ ക്രിസ്ത്യാനിയുടെ സമ്പത്ത് മുഴുവൻ മിക്കവാറും ബാങ്കിലാവും. നമുക്കത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒരു വല്ലാത്ത പോക്കാണിത്. എന്താണെങ്കിലും കൊള്ളാം, നമ്മുടെയൊക്കെ പുരാതനമായ ക്രൈസ്തവ മേഖലകളിൽ, ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ ഇന്ന് ക്രൈസ്തവരെ ഒരു ന്യൂനപക്ഷമായെങ്കിൽ, ക്രൈസ്തവരെ തളർന്നു പോയെങ്കിൽ നമ്മൾ വേറെ ആരെയും കുറ്റം പറയണ്ട. നമ്മുടെയൊക്കെ കാർന്നവന്മാരുടെ ലക്ഷ്യബോധമില്ലാത്ത ജീവിതവും പിന്നെ മദ്യപാനവും, വെള്ളമടിച്ച് കുടുംബം കടപ്പെടുത്തി പണയപ്പെടുത്തി നശിച്ചുപോയ പുരാതന ക്രൈസ്തവ കുടുംബങ്ങളുടെ എണ്ണം എത്രയാണ്. അതാണ് ക്രിസ്ത്യാനിയുടെ ശക്തി വളരെ വലുതാണ്. ക്രിസ്ത്യാനി പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ളവനാണ്. അവൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ ജീവിച്ചാൽ അനേകർ ഈശോ മിശിഹായെ അറിയും. അറിയാതിരിക്കാനായിട്ട് സാത്താൻ നമുക്ക് തന്ന ഒരു സാധനമാണ് ഈ കുപ്പിക്കകത്തിരുന്ന് അവൻ നമ്മളിങ്ങനെ മാടി വിളിക്കുകയാണ്, വാ ഇച്ചിരി കഴിക്ക്. അതാണ് അത് നമുക്ക് മാത്രമാണെന്ന് തോന്നുന്നു. നമ്മുടെ സമുദായങ്ങളിൽ നമ്മൾ മാത്രമാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ, പിള്ളേർ പോലും ഇപ്പോൾ അതിൻ്റെ ഒരു തലത്തിലേക്കൊക്കെ വരികയാണ്. നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒന്നായിട്ട് മാറുന്നു. കുടുംബം നശിപ്പിക്കുന്ന രീതിയിൽ
വെള്ളമടിച്ച് തളർന്നു കിടക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ്. ഞാനൊരിക്കലും ഒരു ഇടവകയിൽ ചെന്ന് അവർക്ക് ക്ലാസ് എടുത്തു. പണ്ട് അവർക്ക് മാതാപിതാക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം പറയാമോ? അവരെല്ലാവരും കുനിഞ്ഞിരുന്നു കേട്ടോ, അവരാരും ഒന്നും വേണ്ടിയില്ല. അത് കടന്ന് പോകേണ്ട പള്ളിയാണ്, ഒരു തോടിൻ്റെ തീരത്തുള്ള പള്ളിയാണ്. അപ്പം ഞാൻ തോണിക്കാരനെ പറഞ്ഞ് ചട്ടം കെട്ടി വെച്ചിരിക്കുകയാണ്. എനിക്ക് നീന്തൽ അറിയത്തില്ല, അതുകൊണ്ട് എന്നെ ആദ്യം ഇറക്കണം. കാരണം ഇതുങ്ങളെല്ലാം കൂടെ വന്ന് കയറിയാൽ ചിലപ്പോൾ എൻ്റെ കൺട്രോൾ പോവുകയും ഞാൻ ഒറ്റയ്ക്ക് വേണമെങ്കിൽ വള്ളം മറിക്കുകയും ചെയ്യും. എനിക്ക് വലിയ വിശ്വാസ പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്നെ ആദ്യം അതെല്ലാം പുള്ളി റെഡി ആയിട്ടിരിക്കുക. ഏതായാലും ക്ലാസ് കഴിഞ്ഞ പാടെ ഞാൻ ആദ്യം വന്ന് ഇതേ കയറി. അങ്ങേര് വള്ളം ഊന്നാണ്ട് തുടങ്ങിയപ്പം ആ നാട്ടിലെ സരസനായ ഒരു അച്ചായൻ വന്ന് കൈ കാണിച്ചു, അച്ഛാ ഞാനും കൂടെ വരുന്നുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ, അച്ഛൻ എന്നെ കൂടെ കയറ്റണം. അയാളെ കൂടെ കയറ്റി. അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛനൊരു ചോദ്യം ചോദിച്ചില്ലേ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവം ഏതാന്ന്? ഞാൻ പറഞ്ഞു, ചോദിച്ചായിരുന്നു. എൻ്റെ അച്ഛാ അങ്ങനത്തെ ചോദ്യമൊക്കെ ഞങ്ങളോട് ചോദിക്കാവോ? ഞങ്ങളുടെ ഭാര്യമാരെ കേൾക്കാൻ ഞങ്ങളോട് ചോദിക്കാവോ? എനിക്കാണെങ്കിൽ ആകാംക്ഷ തോന്നി, എന്നതാണോ ഇയാൾ പറയാൻ പോകുന്നത്. ഉടനെ അയാൾ പറഞ്ഞതെന്നറിയാമോ? അച്ഛൻ ഈ ബിവറേജിൻ്റെ മുമ്പിലെ ക്യൂ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. ആ ക്യൂവിൽ അവസാനമായി നിൽക്കുമെന്നതിൻ്റെ വേദന അച്ഛൻ അറിയാവോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, ഞാൻ നിന്നിട്ടില്ലല്ലോ. അതാ നിങ്ങൾ അച്ഛന്മാർക്കും എത്രാമാർക്കും ഒന്നും സാധാരണപ്പെട്ടവൻ്റെ വേദന അറിയത്തില്ല, നിങ്ങൾ ചുമ്മാ പള്ളിയിൽ നിന്ന് പ്രസംഗം പറയത്തേ ഉള്ളെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അല്ല അത് അത്രയും ഭയങ്കര വേദനയാണ്? ആ ഭയങ്കര വേദനയാണ്. ആയന അല്ല, ഇഷ്ടപ്പെട്ട ബ്രാൻഡ് തീർന്നു പോകുമോ എന്നുള്ള ആദി അതിൽ അവൻ അങ്ങനെ അവസാനമായിട്ട് നിൽക്കുക. അച്ഛാ അവൻ അവിടെ നിന്നുകൊണ്ട് എത്ര കൊന്തയൊല്ലുമെന്ന് അച്ഛനറിയാവും. ഞങ്ങൾക്ക് ഈ കൊന്ത നമസ്കാരം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അത് എനിക്ക് പുതിയ അറിവാട്ടോ. അവൻ ചൊല്ലുവോ? ആ കൊള്ളാം. അവൻ 1 or 2 ചൊല്ലും. എന്തിനാ? ഇഷ്ടപ്പെട്ട ബ്രാൻഡ് തീർന്നു പോവല്ലേ മാതാവേ, ഇതാണ്. അത് കഴിഞ്ഞ് കുരിശിൻ്റെ വഴി പ്രാർത്ഥനയും വേണമെങ്കിൽ എത്തിക്കും. എല്ലാം കഴിഞ്ഞ് വേണം നൊവേന പ്രാർത്ഥനയും ചൊല്ലും. കാരണം എന്നാ നല്ല തങ്കപ്പെട്ട മനുഷ്യനല്ലേ, ഇത്രയും പ്രാർത്ഥന ആ ക്യൂവിൽ നിന്ന് ചൊല്ലുന്ന ഒരുവനെയാണ് നമ്മൾ കുടിയൻ കുഴപ്പക്കാരൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്നിട്ട് അവസാനം ഇയാൾ മന്ദം നടന്ന് അവിടെ ചെന്ന് ഇയാളുടെ ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ പേര് പറയും. കടക്കാരൻ ഒന്ന് അമാന്തിക്കും. അയാൾ വേണേൽ ഒന്നുകൂടെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞപ്പോൾ കണക്കാരൻ്റെ മുഖം പ്രസാദിച്ചു. എന്താ, 2 കുപ്പിയും കൂടെ മിച്ചമുണ്ട് കേട്ടോ, ചേട്ടന് ഭാഗ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു കുപ്പി എടുത്ത് കൊടുത്തുക്കുമ്പോൾ ആ കുപ്പി നെഞ്ചോട് ചേർത്ത് പിടിച്ചൊന്ന് അതിൻ്റെ അടപ്പൊന്ന് മണത്ത് നോക്കും. അന്നേരമുള്ള സന്തോഷമുണ്ടല്ലോ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ഇയാളെന്നെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അതാണ് ഈ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത. നമുക്ക് കുടിക്കുക പോലും വേണ്ട, ഈ കുപ്പി മണത്താൽ മതി എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ബോധം കെടണം, എന്നാലേ നമുക്ക് സന്തോഷമുള്ളൂ. അതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ നശിച്ചു പോകുന്ന, തളർന്നു കിടക്കുന്ന ഒരു സമൂഹമല്ലേ പ്രിയപ്പെട്ടവരെ. എനിക്ക് ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്, ഇന്റുപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുമ്മാ ഇരിക്കുക, ചരിത്രമൊക്കെ പറഞ്ഞു എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ പോയി. ഇപ്പം നിങ്ങളെന്നാ, അമ്മക്ക് പിള്ളേരും ഇല്ല, ഉള്ളവരിവിടെ ഇല്ല, അങ്ങനെ ദൂരെ കണ്ട. എന്നാൽ അങ്ങോട്ട് പോരുതോ? അങ്ങോട്ട് പോയി അവിടെ എങ്ങനെ ജീവിക്കാൻ? അവിടെ ആ വീട്ടിനകത്ത് അറിഞ്ഞിരിക്കണം. പിന്നെ ഞങ്ങളിങ്ങ് പോകുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവസ്ഥയാണ്. അതാണ് നമ്മൾ ആ രീതിയിൽ നോക്കിയാൽ തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മൾ തിരിച്ചറിയുന്നില്ല ഇത്. നമ്മളിപ്പോഴും പള്ളിയും പെരുന്നാളും വെടിക്കെട്ടും ചെണ്ടമേളവും ഒക്കെ നടത്തി അങ്ങനെ ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുമ്മാ അങ്ങ് പോവുക. അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ മക്കളുടെയൊക്കെ വിവാഹപ്രായം എല്ലാം കണ്ടമാനം കടന്നുപോയി. തളർന്നുപോയ ഒരു സമൂഹമല്ലേ നമ്മൾ. ഇപ്പം വലിയ ചെറുപ്പക്കാരൊക്കെ, നമ്മുടെ ഇടയിലെ ചെറുപ്പക്കാർക്ക്, ദമ്പതികൾക്ക് മക്കളില്ലാത്ത അവസ്ഥ എത്രയോ പേർക്ക്. കാരണം എന്താ? എല്ലാ കണക്കൂട്ടലുകളും നടത്തി 36-ാമത്തെ വയസ്സിൽ അവൻ പെണ്ണ് കെട്ടി. 29 വയസ്സുള്ള പെണ്ണിനെയാണ് അവൻ കെട്ടിയിരിക്കുന്നത്. അവസാനം മെഴുകുതിരിയുമായിട്ട് നടക്കുകയാണ് എല്ലായിടത്തും, കൊച്ചുണ്ടാണേ എന്ന് പ്രാർത്ഥിച്ച്. അതായത് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ശിക്ഷണവും ഒരു ദിശാബോധവും പ്രത്യാശയിലേക്ക് അവരെ നയിക്കുന്നില്ല. തളർന്നു കിടക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സർവ്വലക്ഷണങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും ഉണ്ടായാൽ പ്രിയപ്പെട്ടവരെ രക്ഷയുണ്ട് കേട്ടോ. ഇപ്പോഴെങ്കിലും ഉണ്ടായാൽ. ഇനിയും വൈകിപ്പോയാൽ നമ്മൾ തീരും കേട്ടോ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, 14% ജനന നിരക്കും 19% മരണനിരക്കുമുള്ള ഒരു വിചിത്ര സമൂഹമാണ് കേരള ക്രൈസ്തവ സമൂഹം.
14% ജനന നിരക്കും 19% മരണനിരക്കും. ഈ പോകുവായ ഈ പള്ളിയിലൊക്കെ ഇരിക്കാൻ ആര് കാണും കുറച്ചാൾ കഴിയുമ്പോൾ? അതെല്ലാം നമ്മൾ ചിന്തിക്കണം. നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് തളരുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു ലക്ഷണം, അതായത് പ്രത്യാശിക്കാനായിട്ടൊന്നുമില്ല. നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലയിൽ സന്തോഷമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ, ശരിക്കും നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ സന്തോഷം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരുമിച്ച് കൂടി വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? ഞാൻ എല്ലാ പ്രഘോഷണങ്ങളിലും ഞാനത് ആൾക്കാരോട് ചോദിക്കാറുണ്ട്. കാരണം ഇതൊക്കെയല്ലേ പ്രിയപ്പെട്ടവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും നമുക്ക് വീട്ടിലൊന്ന് ഒരുമിച്ച് കൂടി സ്നേഹമായിട്ടൊരു ഇച്ചിരി വർത്തമാനം പറയാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അതെന്തോ ഒരു അവസ്ഥയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പറയാറുണ്ട്, ചിലര് ദുഃഖവെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് നടപ്പ്. ഉയർപ്പ് ഞായറാഴ്ചകളുണ്ട് കേട്ടോ. ദുഃഖവെള്ളിയാഴ്ച മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് കുരിശുമേന്തി നടക്കുകയാണ്. അതിന് എനിക്ക് തന്നെ ഈ കുരിശ് വന്നല്ലോ, എന്നെ ആരെല്ലാം കാണാൻ വന്നതാ, എന്നിട്ട് ഈ കുരിശ് തന്നെ എൻ്റെ തലേ വീണല്ലോ. എത്ര വർഷമായി കുരിശ് വീണിട്ട്? 39 വർഷമായി. കല്യാണം കഴിഞ്ഞ് 39 വർഷമായിട്ട് ഇപ്പോഴും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും കുരിശിൻ്റെ വഴിയാണ്. വല്ല കാര്യമുണ്ടോ? നമുക്ക് ഉയർപ്പ് ഞായറാഴ്ചയുടെ സന്തോഷത്തിൽ എന്തുകൊണ്ടാണ് ജീവിക്കാൻ പറ്റാത്തത്? അപ്പോൾ ഒരു സന്തോഷമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് തളർച്ചയാണ് എന്ന് തിരിച്ചറിയണം. നമുക്ക് സന്തോഷമാകാൻ പറ്റും. നമുക്കുള്ള നന്മകളൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷിക്കാനായിട്ട് സാധിക്കും. തമാശകൾ പറയാനായിട്ട് സാധിക്കും. പൊട്ടിച്ചിരികൾ ഉയരുന്ന കുടുംബങ്ങളായി നമുക്ക് ഓരോരുത്തരുടെയും കുടുംബങ്ങൾ മാറാനായിട്ട് പറ്റും. നല്ല തമാശകളൊക്കെ പറയണം വീട്ടിൽ വന്ന്. നമ്മൾ ഈ ആണുങ്ങൾക്ക് പ്രത്യേകിച്ചും, ഈ സുറിയാനി ക്രിസ്ത്യാനി ആണുങ്ങൾക്ക് പ്രത്യേകിച്ച്, നമുക്ക് യഹൂദന്മാരുടെ നിന്ന് കിട്ടിയതാണെന്നാണ് പറയുന്നത്. എന്നതാ ഒരു വല്ലാത്ത ഗൗരവബോധം. ചിരിക്കുകയല്ല, വർത്തമാനം പറയുകയല്ല, വീട്ടിൽ കയറിയ ഭയങ്കര നിശബ്ദത. കെട്ടിയോളുമാർ പറയുന്നത്, അങ്ങേർക്ക് വീട്ടിൽ വന്നാൽ നാക്കില്ല, പുറത്തിറങ്ങിയ ഭയങ്കര അട്ടഹാസവും ചിരിയുക, കൂട്ടുകാരെ കണ്ടാൽ പിന്നെ ഭയങ്കര ബഹള, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇയാൾ ഒന്നും മിണ്ടത്തില്ല. പലപ്പോഴും നമുക്ക് ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയൊരു പ്രശ്നം. കുടുംബങ്ങളിൽ നമുക്ക് ഒരപ്പൻ്റെ സ്ഥാനം എന്താണ്? ഹൃദ്യത കൊടുക്കുക. എല്ലാവരെയും ഹൃദ്യതയോടുകൂടി കൊണ്ടുപോവുക. അവരോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ്, മക്കളോടൊക്കെ ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞ്, കുറച്ച് എല്ലാവരെയും നമ്മളൊരു സുരക്ഷിതത്വത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരവസ്ഥ. അതെല്ലാം കൂടെ ആകുമ്പോഴാണ് കുടുംബങ്ങൾ ഒരു ആത്മീയമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ആത്മീയതയുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ തളർച്ചകൾ തിരിച്ചറിയുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള തളർച്ചകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ബെത്സൈദ കുളക്കരയിൽ കിടന്നവന് ആരുമില്ല എന്നുള്ള തളർച്ചയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ തളർച്ചകളുണ്ട്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട തളർച്ച നന്മകൾ തിരിച്ചറിയാതെ നമ്മുടെ കുറവുകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെയാണ്. ചിലർ അവരുടെ ബലഹീനതകളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. എനിക്കതില്ല, എനിക്കിതില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് വലിയ കുടുംബമഹിമയൊന്നുമില്ല, ഞങ്ങൾക്ക് പണമില്ല. ഏറ്റവും വലിയ പ്രശ്നം അതായിരിക്കും, ഞങ്ങൾക്ക് പണമില്ല. പണം ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ജീവിക്കാനും മാത്രം പണമൊക്കെ ഉണ്ട്, എന്നാലും അയലോക്കത്തുകാരൻ്റെ അത്രയും ഇല്ല. അതൊക്കെയാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. നമ്മുടെ ബംഗാളി സഹോദരങ്ങൾ ഇവിടെ ജോലി ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അവരെത്ര കോടി രൂപയാണെന്നറിയാം അവരുടെ ബംഗാളിലേക്ക് കൊണ്ടുപോകുന്നു. ഓരോ മാസവും പണമില്ലെന്ന് പറഞ്ഞ മലയാളിയുടെ കയ്യിൽ നിന്ന് ജോലി ചെയ്ത് അധ്വാനിച്ച് എത്ര കോടി രൂപയാണ് അവർ പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുവന്നത്. നല്ല കാര്യം. അവർ ഒത്തിരി മദ്യപിക്കത്തൊന്നുമില്ല. അവർ പണമൊക്കെ സൂക്ഷിച്ച് വെച്ച് അയക്കുകയാണ്. ഞാനൊരു കാർട്ടൂൺ കണ്ടു. ബംഗാളികളെല്ലാം ATMൻ്റെ മുമ്പിൽ, ബാങ്കിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. എന്തിനാണ്? പണം നിക്ഷേപിക്കാൻ, അയക്കാനായിട്ട്. മലയാളി ബിവറേജിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്, വെള്ളമടിച്ച് മരിക്കാൻ. ഇതാണ് അവരിരുന്നത്. ഈ ബംഗാളികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയും. ഒരുപക്ഷെ നമ്മളെ മലയാളികളെക്കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായം പറയുന്നത് ബംഗാളികളാണ്. അവർ പറയും ഇവിടെ എല്ലാം നല്ല മനുഷ്യരാണ്, കേരളം നല്ല സ്ഥലമാണ്, എക്സ്ട്രീം ക്ലൈമറ്റ് ഇല്ല, നല്ല കാലാവസ്ഥ, പിന്നെ നല്ല മനുഷ്യരുമാണ്, ഒരു മര്യാദക്കാരാണ്, എല്ലാം വിദ്യാഭ്യാസമുണ്ട്. ഞങ്ങൾ വലിയ കുഴപ്പമൊന്നും കാണിച്ചില്ലെങ്കിൽ ഞങ്ങളോട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുമെങ്കിൽ പിന്നെയും അവർ ഞങ്ങളെ ജോലിക്ക് വിളിക്കും. എല്ലാവരും തരുന്നതിനേക്കാളും 50 രൂപ കൂടുതലും തരും. കാരണം പിറ്റേ ദിവസവും ഞങ്ങൾ അവിടെ ജോലിക്ക് ചെല്ലണമെന്ന് ഇവർക്ക് വലിയ ഇഷ്ടമാണ്.
അങ്ങനെയെല്ലാം നല്ല മനുഷ്യരാണ്. എന്നിട്ട് അവസാനം അവർ ഒരു കാര്യം ഇവിടെ പറയും, ഇവിടെ മുഴുവൻ രാജാക്കന്മാരായതുകൊണ്ട് കൊട്ടാരം പണിക്ക് ഇവിടെ ഒരു കുറവുമില്ല. അതും കൂടെ പറയും. ഇത്രയും കൊട്ടാരം പണിയുന്ന ആൾക്കാർ വേറെ ഇല്ല. നമ്മൾ ഈ കൊട്ടാരങ്ങളുമായിട്ട് തുലനം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കുറവുകൾ അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് സാമാന്യമൊക്കെ ജീവിച്ചു പോകാൻ അധ്വാനിക്കുന്നവനെല്ലാം അത്യാവശ്യം തന്നെ പണം കിട്ടുന്ന സംസ്ഥാനമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേതനമുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേതനം കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം. ഇതൊക്കെയാണെങ്കിലും നമ്മളിങ്ങനെ അതില്ലേ ഇതില്ലേ എന്ന് പറഞ്ഞ് വിഷമിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ നമ്മുടെ കുറവുകളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് കഴിയുകയാണ്. യഥാർത്ഥത്തിൽ പരിമിതികളിലാണ് ദൈവത്തിൻ്റെ കൃപ. 2 Corinthos 9, കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 2 Corinthos 12-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. അത് അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി. എന്നിട്ട് പറയുന്നത് എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം. നമ്മൾ പക്ഷേ നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഞങ്ങൾക്കതില്ലേ ഇതില്ലേ എന്നെല്ലാം പറഞ്ഞ് ഈ നെഗറ്റീവ് സ്ക്രിപ്റ്റും എഴുതി നമ്മളിങ്ങനെ ജീവിക്കുന്ന അവസ്ഥകൾ പലരുടെയും കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഉണ്ട്. നമ്മൾ ഓർക്കണം, മോശ വിക്കനായിരുന്നു. മോശയുടെ വിക്ക് എത്രയോ ലക്ഷം ജനങ്ങളെയാണ് 40 വർഷം നയിച്ചത്. വിക്കനായിരുന്ന മോശ, അദ്ദേഹത്തിന് സംസാര പാഠവുമില്ലായിരുന്നു. ഈ മനുഷ്യനാണ് ഈ ഇസ്രായേല്യരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് 40 വർഷം മരുഭൂമിയിലൂടെ നടത്തി. ദൈവത്തിന് പരിമിതികളും ബലഹീനതകളും ഒരു പ്രശ്നമേ അല്ല. നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി. നമ്മൾ പലപ്പോഴും ഈ പരിമിതികളെ കുറിച്ച് മാത്രം ചിന്തിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ച് ജീവിക്കും. എനിക്കതില്ല ഇതില്ല, എൻ്റെ പിള്ളേരെ അപ്പുറത്തെ പിള്ളേരെ പോലെ അല്ല, എൻ്റെ കെട്ടിയോൻ അപ്പുറത്തെ കെട്ടിയോനെ പോലെ അല്ല, എൻ്റെ ഭാര്യ അപ്പുറത്തെ ഭാര്യയെ പോലെ അല്ല. ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ താരതമ്യം ചെയ്ത് നമുക്കുള്ള നന്മകൾ നമ്മൾ തിരിച്ചറിയത്തില്ല. നമ്മൾ ഓർക്കണം, യോഹന്നാൻ മാംദാന അദ്ദേഹം കർത്താവിൻ്റെ മുന്നോടിയായിട്ട് വന്നു. നാഗരിക സംസ്കാരത്തിൽ നിന്ന് അന്യമായി ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. കൾച്ചർ ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും കാട്ടുകനികളും കാട്ടുതേനും ഒക്കെ ഭക്ഷിച്ച് നമ്മുടെ ഇടയ്ക്കൂടെ ഒരാൾ നടക്കണേ പറയും കൾച്ചറില്ല കേട്ടോ, ഇയാൾക്ക് പെരുമാറേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. നാഗരിക സംസ്കാരമില്ലാത്ത യോഹന്നാൻ മാംദാനയായിരുന്നു ഈശോയുടെ മുന്നോടി. അതുപോലെ അബ്രാഹത്തിന് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. അവനിൽ നിന്നാണ് കർത്താവ് ജനതകളുടെ ആവിർഭാവത്തിന് കാരണമായത്. ഒരൊറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ വംശപരമ്പരയാണ് പിന്നീട് ലക്ഷക്കണക്കിന് ജനങ്ങളായിട്ട് മാറിയത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മളിങ്ങനെ കുറവുകൾ മാത്രം ഓർത്തുകൊണ്ടിരിക്കാതെ ദൈവം നമുക്ക് തന്ന നിറവുകൾ നമ്മൾ ഓർക്കണം. ഗിദയോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 300 ഭടന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1,35,000 മിദിയാൻകാരോട് അദ്ദേഹം യുദ്ധം ചെയ്തു. അതുപോലെ 12 ശിഷ്യന്മാരും 5 അപ്പവുമേ ഉണ്ടായിരുന്നുള്ളൂ. 5000 പുരുഷന്മാർക്കും ആനുപാതികമായി സ്ത്രീകൾക്കും കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു. പരിമിതികളിലെല്ലാം ദൈവമുണ്ട്, കുറവുകളിൽ ദൈവമുണ്ട്, ബലഹീനതകളിൽ ദൈവമുണ്ട്. നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരു കുറവുണ്ടെന്ന് നമ്മൾ എളിമയോടുകൂടി അംഗീകരിക്കുകയാണെങ്കിൽ ഓർത്തോളുക, ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള ഒരു വഴിയാണത്. നിന്റെ പരിമിതികൾ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള വഴികളാണ്. അതുകൊണ്ട് പരിമിതികളെ ഓർത്ത്, അല്ലെങ്കിൽ ബലഹീനതകളെ ഓർത്ത്, കുറവുകളെ ഓർത്ത്, ഇല്ലായ്മകളെ ഓർത്ത് മാത്രം ജീവിക്കരുത്. ഉള്ള നന്മ നമ്മൾ തിരിച്ചറിയണം. എനിക്ക് ഇത്രയും സ്നേഹമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെങ്കിലും 2 നല്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കണം. പലപ്പോഴും നമുക്ക് ആശങ്ക വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പരിമിതികളെ കുറിച്ച് മാത്രം ഓർത്തിരുന്ന ഇല്ലായ്മകളെ കുറിച്ച് മാത്രം ഓർത്തിരുന്ന. ആരോ പറഞ്ഞ പോലെ കല്യാണം കഴിക്കുന്നോടം വരെ ടെൻഷനാ. കല്യാണം നടക്കൂ, കൊള്ളാവുന്ന ഒരു കല്യാണം നടക്കൂ. നടന്നു കഴിയുമ്പോൾ പിന്നെയും ടെൻഷൻ. ഇതാണല്ലോ നടന്നത്, എല്ലാം വന്നാ, എന്നിട്ട് അവസാനം എനിക്ക് കിട്ടിയത് ഇതാ. പിന്നെ അടുത്ത വലിയ ആശങ്ക തുടങ്ങും. എന്താണത്? പിള്ളേരുണ്ടാവുമോ എന്നുള്ള ആശങ്കയാണ്. വർഷങ്ങളെടുത്തൊക്കെ
കുഞ്ഞുങ്ങളുണ്ടാകുന്ന പെൺകുട്ടികളുടെയൊക്കെ ഒരു വലിയ മനോവ്യഥയല്ലേ, എന്തോ ഒരു വലിയ വേദനയാണ്. അവരൊക്കെ പറയും കല്യാണം കഴിക്കുമ്പോൾ ഓർക്കുന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങ് കൊച്ചുണ്ടായിക്കോളുമെന്നാണ്. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴല്ലേ അറിയും ഇത് വലിയ പാടാനുള്ള കാര്യമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുമോ എന്നുള്ള ടെൻഷനാണ്. പിന്നെ ഉണ്ടായി കഴിയുമ്പോൾ അയ്യോ ഇതുങ്ങളാണല്ലോ ഉണ്ടായത്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കൃത്യം അങ്ങോട്ട് പോകുന്ന രണ്ടെണ്ണ. പിന്നെ അടുത്ത ടെൻഷൻ, ഇതുങ്ങൾ നേരെ ചൊവ്വയൊക്കെ വളർന്നു വരുമോ അതോ വല്ലവരുടെയും കൂടെയൊക്കെ ഓടിപ്പോകുമോ. ഇനിയും നമ്മൾ പറയുന്ന പോലെ നേരെ ചൊവ്വയൊക്കെ കല്യാണം കഴിച്ചാൽ വീണ്ടും അടുത്തത് തുടങ്ങും, എന്താ ഇവർക്ക് പിള്ളേരുണ്ടാവുമോ. ഇങ്ങനെ ടെൻഷൻ അടിച്ച് 80-ാമത്തെ വയസ്സിൽ കവിളും കുഴിഞ്ഞ് നമ്മളങ്ങ് മരിച്ചു പോവുക. ശരിക്കും സന്തോഷമായിട്ട് കൊള്ളാം, ഇത്രയെങ്കിലുമൊക്കെ ദൈവം തന്നല്ലോ എന്ന് സന്തോഷമായിട്ട് ഓർത്ത് ജീവിക്കുന്ന എത്ര ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ദുഃഖിച്ച് ജീവിക്കണമെന്നല്ല കേട്ടോ. കർത്താവ് കുരിശിൽ മരിച്ചത് എന്തിനാ? നമ്മളെല്ലാം ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലായിരിക്കാൻ, ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയിലായിരിക്കാൻ. അവിടുന്ന് കുരിശിൽ മരിച്ചത് ആ വേദന മുഴുവൻ സഹിക്കുമ്പോഴും അഭിമാനപൂർവ്വമാണ് അവിടുന്ന് കുരിശിലേക്ക് കയറിയത്. കാരണം കുരിശിലെ ബലിയിലൂടെ മനുഷ്യവംശത്തെ മുഴുവൻ രക്ഷിക്കാം എന്നുള്ള വലിയ ആ ഒരു ബോധ്യത്തിലാണ് അവിടുന്ന് കുരിശെടുക്കുക. അത് ഒരു ബലഹീനന്റെ കുരിശെടുപ്പായിരുന്നില്ല, അതൊരു ബലിയാടിന്റെ കുരിശെടുപ്പായിരുന്നില്ല, മറിച്ച് അഭിമാന ബോധത്തോടെ ദൈവപുത്രൻ കുരിശിലൂടെ നമ്മളെ രക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ പ്രത്യാശയിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. ഞാൻ ഒരു കൊച്ചു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് എല്ലാവരും പറയുന്നത്, എന്നെ കാണാൻ കൊള്ളത്തില്ല, എൻ്റെ കൂട്ടുകാരെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, മോളെ നിൻ്റെ ചിരിയുടെ അത്രയും ഭംഗിയുള്ള ഒരു ചിരി ഞാൻ ഇതുവരെ ഒരിടത്തും കണ്ടിട്ടില്ല. അവൾ പറയുന്നു, ചുമ്മാ അച്ഛൻ എന്നെ കളിയാക്കുക, എൻ്റെ ചിരിയൊന്നും കൊള്ളത്തില്ല. ഇതാണ് നമ്മുടെ ഒരു ചിന്ത. അവളൊരിക്കലും വിശ്വസിക്കുകയില്ല അവളുടെ നന്മകളിൽ. നമ്മുടെ കുറവുകൾ, നമ്മുടെ കുഴപ്പങ്ങൾ അതെല്ലാം കൃത്യം നമുക്കറിയാം. നമ്മുടെ നന്മകളിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ആത്മീയതയിൽ ഒരു വലിയ വ്യത്യാസം വരേണ്ടത് നന്മകളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം. നമ്മുടെ നന്മകൾ, നമ്മുടെ സമൂഹത്തിൻ്റെ നന്മകൾ. നിങ്ങളെപ്പോഴും ഓർക്കണം, ഈ ക്രൈസ്തവ സമൂഹം ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായതിൻ്റെ എന്തേരം നന്മകൾ ഈ പ്രദേശത്തിനുണ്ട്, പൊതുസമൂഹത്തിന് ലഭിച്ചു. നമ്മൾ കൊണ്ടുവന്ന ക്രൈസ്തവ സംസ്കാരം, നമ്മൾ ജീവിച്ച ക്രൈസ്തവ സംസ്കാരത്തിലൂടെ ഈ പൊതുസമൂഹത്തെ ഇത്രയധികം സ്വാധീനിച്ച ഒരു സമൂഹമില്ല. കേരളം ഇന്ന് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ പങ്ക് അവകാശപ്പെടാനുള്ളത് ക്രൈസ്തവ സമൂഹത്തിനാണ്. അഭിമാനിക്കാൻ ഏറെയുണ്ടെങ്കിലും അതൊന്നും ചിന്തിക്കാതെ ജീവിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ബലഹീനതകളെ കുറിച്ച് മാത്രം ചിന്തിച്ച് നിഷേധ വികാരങ്ങളുമായിട്ട് കഴിയുന്നത് തളർച്ചയാണെന്ന് നമ്മൾ കണ്ടു. നാലാമതായിട്ട്, ക്ഷമിക്കാതെ വർഷങ്ങളോളം കഴിയുന്നത് തളർച്ചയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ പലരും ഉണ്ട്. ക്ഷമിക്കാതെ വർഷങ്ങളോളം കഴിയുന്നത് തളർച്ചയാണ്. പണ്ടൊരിക്കലെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെ എല്ലാ വർഷവും ഇടവക ദിനത്തിന് ഈ വിവാഹത്തിൻ്റെ ജൂബിലി ആഘോഷിച്ചവർക്ക് ഒരു പ്രത്യേക സമ്മാനമൊക്കെ കൊടുക്കും. അതൊക്കെ നിങ്ങളുടെ ഇടവകയിലും കാണുമായിരിക്കും ഞാൻ വിചാരിക്കും. 25, 50 ഒക്കെ ആകുമ്പോൾ അവാർഡ് കൊടുക്കും. ഞാനതിനെ വിളിക്കുന്നത് ധീരതയുടെ അവാർഡെന്നാണ്. കാരണം 25 വർഷം ഒരുമിച്ച് ജീവിച്ചില്ലേ, 50 വർഷം ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. വലിയ അസാമാന്യമായ ധൈര്യമുള്ളവർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ അവാർഡ് ദാനവും എല്ലാം കഴിഞ്ഞു, കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ ഓഫീസ് മുറിയിൽ ഒരു ഇച്ചിരി ക്ഷീണത്തോടു കൂടിയൊക്കെ ഇരിക്കുക. തലേ ദിവസത്തെ ദീർഘമായ പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം കഴിഞ്ഞ ഈ തലേദിവസം 25 വർഷം വിവാഹ വാർഷികത്തിൻ്റെ സമ്മാനം വാങ്ങിയ ഇടവകയിലെ മാതൃവേദിയുടെ പ്രസിഡൻ്റായ ഒരു സഹോദരി, നല്ലൊരു കുടുംബത്തിലെ അമ്മയാണ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കുടുംബമാണ്. അവരെന്നെ കാണാൻ വന്നു. കൊച്ചച്ഛന് നന്ദി പറയാൻ വന്നതാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം എല്ലാവരും അവാർഡൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ അങ്ങനെ അച്ഛന്മാർക്ക് നന്ദി പറയാനൊന്നും ആരും വരാറൊന്നുമില്ല. അപ്പോൾ കൊച്ചച്ഛന് നന്ദി പറയാൻ വന്നാൽ, ഇന്നലെ ഞങ്ങൾക്ക് സമ്മാനമൊക്കെ കിട്ടി, ഞങ്ങളെല്ലാം ആദരിച്ചു, ഞങ്ങൾ നല്ല സന്തോഷമായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി ഇത് നന്ദി പറയാനുള്ള വരവല്ല, വേറെ എന്തെങ്കിലും കൂടെ പറയാൻ കാണും. രാവിലെ വന്നിരിക്കുക. അവനെ വെച്ചാൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പോരട്ടെ. എന്താണ്? ഞാൻ എൻ്റെ ആങ്ങളമാരോട് പിണങ്ങിയിട്ടും 25 വർഷമായി. അയ്യോ! അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ആയിരുന്നെങ്കിൽ അത് നേരത്തെ പറയാമായിരുന്നെങ്കിൽ അതിനും കൂടെ ഒരു അവാർഡ് തരായിരുന്നു. എൻ്റെ അച്ഛാ കളിയാക്കാതെ.
എന്നാ പറ്റി, എന്തിനാ ഈ ആങ്ങളമാരോട് പിണങ്ങിയിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു അങ്ങനൊന്നും അല്ലല്ലോ, നല്ല കുടുംബം, നല്ലൊരു ഭർത്താവ്, നല്ല 2 മിടുക്കര് പിള്ളേർ, 2 പേരും മെഡിസിൻ പഠിക്കുന്ന ആൺപിള്ളേർ 2 എണ്ണം, അവന്മാർ അവധിക്ക് വന്നാൽ കുർബാനയ്ക്ക് കൂടാൻ വരും, അങ്ങനത്തെ അത്രയും തങ്കപ്പെട്ട പിള്ളേർ. അപ്പോൾ ബാക്കിയുള്ളവൻ എൻട്രൻസ് എഴുതാൻ പോകുമ്പോഴേ അവൻ പള്ളി നിർത്തും. ഇവൻ അങ്ങനല്ല, ഇവൻ മെഡിസിൻ കിട്ടിയിട്ടും അവൻ അവധിക്ക് വരുമ്പോഴൊക്കെ കുർബാനയ്ക്ക് കൂടാൻ വരുന്നത് നല്ല 2 കുഞ്ഞുങ്ങൾ. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അതറിയാം, അവരെന്നെ പറ്റി ചാച്ചാ. ആര്? ആക്കളമാര് അപ്പരും കൂടെ പറ്റിച്ചു. ഞങ്ങളുടെ അമ്മ നേരത്തെ മരിച്ചു പോയതാ. അമ്മ അവരെ പറഞ്ഞ് ഏൽപ്പിച്ചത് അവളുടെ കാര്യമൊക്കെ നോക്കിക്കോളാം. എന്നിട്ട് എന്നാ പറ്റി? നോക്കിയില്ലേ? നോക്കി, എന്നാലും പിന്നെ അവർക്ക് എനിക്ക് ഒരു 2 ഏക്കർ റബ്ബറും കൂടെ ഒക്കെ തരാമായിരുന്നു. ഞാൻ ചോദിച്ചു എത്ര തന്നു? 4 ഏക്കറേ തന്നുള്ളൂ. 2 കൂടെ തരാമായിരുന്നു. അത് തരാതെ അവരെല്ലാവരും കൂടെ ഞങ്ങളെ പറ്റിച്ചു. എൻ്റെ കെട്ടിയവനൊരു പാവമായതുകൊണ്ട് അത് പിന്നെ ഒന്നും ചോദിക്കാനൊന്നും പോയില്ല. എന്നാലും ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ തരാമായിരുന്നു. ഞാൻ ചോദിച്ചു, സഹോദരി നിങ്ങൾക്ക് അങ്ങനെ സാമ്പത്തിക പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഇല്ല, ഞങ്ങൾക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. കെട്ടിയവൻ വലിയ ജോലിയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൽ ഏതാണ്ട് വലിയ സർവീസ് ജോലി, ഇഷ്ടം പോലെ ശമ്പളം, ഞങ്ങൾക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ച, സഹോദരി നിങ്ങൾക്ക് ആ 2 ഏക്കർ റബ്ബറും കൂടെ ഉണ്ടായിട്ട്, ഇപ്പോൾ ആണെങ്കിൽ റബ്ബറിന് വിലയും കൂടിയില്ല, റബ്ബറും കൂടെ ഉണ്ടായിട്ട് നിങ്ങളുടെ കെട്ടിയവൻ വെള്ളമടിച്ച് 4 കാലം നടക്കുന്ന ഒരുത്തനായിരുന്നെങ്കിൽ, എൻ്റെ അച്ഛാ അങ്ങനെയൊന്നും പറയാതെ, കരുനാക്കുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞ് വയസ്സാങ്കാലത്ത് അയാളെങ്ങനെ തല തിരിഞ്ഞു പോയാൽ, അയ്യോ അങ്ങനെയൊന്നും പറയാതെ. എൻ്റെ സഹോദരി നിങ്ങൾക്ക് ആ 2 ഏക്കർ റബ്ബർ തോട്ടം കൂടെ കിട്ടുകയും നിങ്ങൾക്ക് ഒത്തിരി പണം ഉണ്ടായിരിക്കുകയും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കൃത്യം അങ്ങോട്ട് പോയി ചെന്ന് 2 ആൺപിള്ളേരെ ആയിരുന്നു ദൈവം നിങ്ങൾക്ക് തന്നതെങ്കിലോ, അയ്യോ എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും പറയാതെ. നമുക്ക് കിട്ടുന്ന നന്മകളൊന്നും നമ്മൾ ഓർത്തിരിക്കുന്നില്ല, കിട്ടാത്തതെല്ലാം ഓർത്തിരിക്കും. 25 വർഷമായത്രേ ആ കിട്ടാത്ത റബ്ബറിൻ്റെ ഈ 2 ഏക്കറിൻ്റെ പേരിൽ ആങ്ങളമാരോട് പിണങ്ങിയിരിക്കുകയാണ്. തളർച്ചയല്ലേ പ്രിയപ്പെട്ടവരെ? അവരുടെ ജീവിതത്തിൽ എന്തേറെ സന്തോഷം കിട്ടുമായിരുന്നു. ആങ്ങളമാരുടെ വീട്ടിലേക്ക് മക്കളെ കൊണ്ടൊക്കെ പോയി സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് ജീവിക്കാമായിരുന്നു. അതെല്ലാം പോയില്ലേ? 25 വർഷം നഷ്ടപ്പെട്ടു പോയില്ലേ? യഥാർത്ഥത്തിൽ എന്തോ ഒരു വലിയ തളർച്ചയാണത്. സത്യത്തിൽ ക്ഷമിക്കാത്ത ഓരോ ദിവസവും തളർച്ചയാണ്. ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ കുർബാനയുടെയൊക്കെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയാമോ? ക്ഷമിക്കാൻ കൃപ തരും. എൻ്റെ ഒരു വലിയ ബോധ്യം ഇപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് വളർച്ച ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ, എന്തിലായി വളർച്ച? ക്ഷമിക്കാനുള്ള കഴിവിലാണ് നമ്മൾ വളരുന്നത്. എല്ലാത്തിനോടും ക്ഷമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ് 51 ആകാൻ പോവാ. ഞാൻ ഏറ്റവും കൂടുതൽ ക്ഷമിക്കേണ്ടത് എൻ്റെ ശരീരത്തോടാണ്. കാരണം ശരീരത്തിന് രോഗമൊക്കെ തുടങ്ങി. പലരും ശരീരത്തോട് ക്ഷമിച്ചിട്ടില്ല. എനിക്ക് മാത്രമാണ് അസുഖം, ഈ ശരീരത്തിന് മാത്രമാണ് ഈ അസുഖം എന്ന് പറഞ്ഞ് ശരീരത്തോട് കലഹിച്ച് നടക്കുന്ന കുറേ പാർട്ടികളുണ്ട്. രോഗം നിങ്ങളെ അംഗീകരിച്ചിട്ടില്ല. ശരീരത്തോട് കരുണ കാട്ടണം. ആദ്യം ശരീരത്തോട് ക്ഷമിക്കണം. പിന്നെ നമ്മുടെ മാതാപിതാക്കളോട് ക്ഷമിക്കണം. നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊന്നും അവർ നമ്മളെ സ്നേഹിച്ചൊന്നും കാണുകയില്ല, പക്ഷെ അവരോട് ക്ഷമിക്കണം. അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ ദാരിദ്ര്യമായിരുന്നായിരിക്കും, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയായിരുന്നായിരിക്കും, ഒറ്റയ്ക്കായിരിക്കും നിന്ന് വളർന്നത്, അപ്പന് വെള്ളമടിയിച്ച് 4 കാലം നടക്കുമായിരുന്നായിരിക്കും. ആ അവസ്ഥകളോട് ഇപ്പോഴും മനസ്സ് കലഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കെങ്ങനെയാ സന്തോഷം ഉണ്ടാവുക? ഞാൻ തളർന്നു കിടക്കുകയാണ്. പിന്നെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒത്തിരി പേരുണ്ട്, അവരെല്ലാം എന്നോട് ക്ഷമിച്ചു. ഞാൻ എപ്പോഴും ഓർക്കും, ആരെല്ലാം എന്നോട് ക്ഷമിച്ചു. എൻ്റെ അമ്മ 10 മാസം എന്നെ ചുമന്ന് പ്രസവിച്ച അമ്മ അല്ലേ, പ്രസവ വേദന എല്ലു നുറുങ്ങുന്ന വേദനയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്നേ വരെ ഒരമ്മയും പ്രസവ വേദനയുടെ കണക്ക് പറഞ്ഞ് പരാതി പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എല്ലാ അമ്മമാരുടെയും കടുത്ത പ്രസവ വേദനയും ഒരൊറ്റ നോട്ടത്തിൽ തീരും. എന്താണ്? അവരാ വലിയ വേദനയിലും തലയൊന്ന് ചരിച്ച് നോക്കും, കൊച്ചിനെ ഒന്ന് കാണാൻ. കുഞ്ഞിനെ കാണുന്നതോടുകൂടി അമ്മയുടെ പ്രസവ വേദന പോയി. ഭയങ്കര മാജിക്കാണത്. അമ്മ നമ്മളോട് ക്ഷമിച്ചു. പിന്നെ ആദ്യത്തെ 1 വർഷം അപ്പനും അമ്മയും കൂടെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ ഒരു ഷെയ്പ്പാക്കി എടുത്തത് അല്ലേ? ആദ്യത്തെ 1 വർഷം ഒരു ഷെയ്പ്പും ഇല്ലല്ലോ. അമ്മ പറയും അമ്മയെ പോലെ ആയിരിക്കുന്നത്, അപ്പം പറയും അപ്പനെ പോലെ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്പ്പും ഇല്ല. ചുരുക്കം ഇതൊരു ഷെയ്പ്പും ഇല്ല. ഞാൻ പെൺപിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, മക്കളെ, ഒരു ഷെയ്പ്പും ഇല്ലാഞ്ഞ കാലത്ത് നിങ്ങളെ ചേർത്ത് നിർത്തിയതാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. പിന്നെ നിങ്ങളുടെ ഷെയ്പ്പ് കണ്ട് നിങ്ങളുടെ പുറകെ കൂടുന്നവൻ്റെ പിന്നാലെ പോകല്ലേ. ഷെയ്പ്പില്ലാഞ്ഞ കാലത്ത് നമ്മളെ ചേർത്ത് പിടിച്ച മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഷെയ്പ്പ് കണ്ട് വർണ്ണിച്ചുകൊണ്ട് വരുന്നവന്മാരുടെ പുറകെ പോരുത് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. എന്നോട് ആരും ദേഷ്യം തോന്നരുത്, ഞാനിപ്പോൾ ഉടനെ പൊക്കോളാം. പിന്നെ ആ പ്രായത്തിലുള്ള പെൺപിള്ളേരൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അത് പോട്ടെ. അപ്പോൾ ഏതായാലും ക്ഷമിക്കാതെ
കഴിയുന്നത് വലിയ തളർച്ചയാണ് പ്രിയപ്പെട്ടവർ. നമ്മൾ ഈ നസ്രാണികൾക്ക്, ഈ കേരള ക്രിസ്ത്യാനികൾക്കൊക്കെ ഒരു പ്രശ്നമുള്ള എന്നാണെന്നറിയാമോ? ഈ മണ്ണിനോടൊക്കെ ഭയങ്കര ആർത്തിയ. എന്തേലും ഉണ്ടെങ്കിലും കളയുമല്ലോ, ശകലം കൂടെ കിട്ടിയ കൊള. എന്തിനാ? ഇതൊക്കെ വല്ലവനും കൊണ്ടുപോവുക, എന്നാലും നമുക്കതും കൂടെ വേണം. ഒരിക്കൽ പള്ളിയിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചേട്ടനും അനിയനും, രണ്ടുപേരും കുടുംബമായിട്ട് താമസിക്കുകയാണ്. ആ ജ്യേഷ്ഠൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു, അച്ഛാ എൻ്റെ അനിയനോടൊന്ന് പറയാമോ, എന്നാ അവൻ്റെ ആ വീടിൻ്റെ സൈഡിൽ കൂടെ എനിക്കൊരു ശകല സ്ഥലം തരാൻ പറയാം. എന്നതിനാ? ഒരു കാറ് കയറ്റിക്കൊണ്ട് പോകാനൊരു വഴി. ഞാൻ പറയും, അതിനിപ്പോൾ എന്നാ പറയാമല്ലോ, കാരണം എല്ലാ ദിവസവും പള്ളി വരുന്ന ചേട്ടനല്ലേ, നല്ല സ്നേഹമുള്ള മനുഷ്യരല്ലേ, എല്ലാ ദിവസവും വന്ന് എന്നെ അന്വേഷിച്ചിട്ട് പോകുന്ന ആളാ. ഞാൻ അനിയനോട് പറഞ്ഞു, ഇങ്ങനെ പറയും. അനിയൻ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ അതെ നമുക്ക് കൊടുക്കാം. അതിനാ? അല്ല ഞാൻ നല്ല വില കൊടുക്കാം, ചേട്ടനോട് പറ ആ സ്ഥലം കൂടെ എനിക്ക് തന്നേക്കാൻ, എങ്ങനെയുണ്ട്? ഇയാൾക്ക് കാശിൻ്റെ ഒരു കുറവുമില്ല, മക്കളെല്ലാം അങ്ങനെ പുറത്തും കണ്ടൊക്കെ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുക, എന്നാലും അതും കൂടെ വേണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അപ്പൻ എനിക്ക് തന്ന പഴയ അപ്പന്മാരുടെ ഓരോ ലോജിക്കാണ്, രണ്ടും കൂടെ ഒരുമിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് വഴിയില്ലാതെയൊക്കെ വസ്തു വീതിച്ചൊക്കെ കൊടുക്കും, പഴയ നമ്മുടെ കാർത്തോമാരുടെയൊക്കെ ഓരോ ലോജിക്കാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു. അനിയൻ അവസാനം സ്നേഹപൂർവ്വം പറഞ്ഞു, എന്നാൽ പിന്നെ അച്ഛാ എനിക്കത് സാധിക്കില്ല കേട്ടോ. വളരെ മാന്യമായിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടനോട് പറ ഒരു ഹെലികോപ്റ്റർ വിളിച്ച് പോക്കോളാൻ. എങ്ങനെയുണ്ട്? ഹെലികോപ്റ്റർ വിളിച്ച് പോയാൽ പിന്നെ വഴി വേണ്ടല്ലോ, അപ്പോൾ ആകാശത്തൂടെ യാത്ര ചെയ്യാമല്ലോ എന്ന് പറഞ്ഞേക്കാം. ഈ പാർട്ടികളൊക്കെയാണ്. അതായത് പള്ളി വന്നാലും പ്രാർത്ഥിച്ചാലും നമുക്ക് പല കാര്യങ്ങളും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവസ്ഥ. ക്ഷമിക്കാതെ വർഷങ്ങളോളം കഴിയുന്നത് വലിയ തളർച്ചയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് തന്ന സമയമൊക്കെ കഴിഞ്ഞു. നിങ്ങളെല്ലാം ഈ ദീർഘസമയം വളരെ ശ്രദ്ധിച്ചിരുന്നു, അതെന്നെ ഒത്തിരി വിസ്മയിപ്പിച്ചു കേട്ടോ. നിങ്ങളെല്ലാം നല്ല മനുഷ്യരാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൊള്ളാം, നന്നായിരിക്കുന്നു എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയണം. നല്ല കഞ്ഞിയൊക്കെ ഉണ്ടാക്കി തന്നതിന് ഭാര്യയ്ക്ക് നിങ്ങളൊരു നന്ദി പറയണം. ഭർത്താക്കന്മാർ പിതാവ് വിട്ടുപോക്കോളാനായി ഇവർ പറയുന്നത്. പിന്നെ മക്കളെയൊക്കെ ചേർത്ത് നിർത്തി ഒരു തമാശയൊക്കെ പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് വേണം രണ്ടു കൂട്ടരും എല്ലാവരും കിടന്നുറങ്ങാൻ. അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ഇടവരട്ടെ. നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നവർ സങ്കടപ്പെട്ട് ജീവിക്കേണ്ടവരല്ല, പ്രത്യാശയോടെ, ഉൾക്കരുത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി വാത്സല്യത്തോടെ ജീവിക്കേണ്ടവരാണ്. അതാണ് നമ്മുടെ ആത്മീയത. ആ ആത്മീയതയിൽ വളരാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.